മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കീഫ ഹാലക്കും? അസക്കും തയ്യിബീൻ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണു. അപ്പൊ മാം ഇന്ന് വന്നത് എന്തിനാന്നറിയോ? നമുക്കറിയാം നമ്മൾ USS എക്സാമിനേഷൻ ഇങ്ങ് അടുത്ത് വന്നു അല്ലെ. അപ്പൊ നമുക്ക് അറബിക്ക് നന്നായിട്ട് പഠിച്ചാലല്ലേ നമുക്ക് USS കിട്ടുള്ളൂ അല്ലെ. നന്നായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതിയാലേ നമുക്ക് USS ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് പഠിക്കേണ്ടത്, ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് വരിക, ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ എല്ലാ കുഞ്ഞു മക്കളും നന്നായിട്ട് അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് ഡെഫിനറ്റ്ലി എന്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നറിയോ, USSലെ അറബിക് ലാംഗ്വേജിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ കണ്ടന്റുകളാണ് പഠിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറബിക്കിൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പൊ എന്റെ എല്ലാ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം ഇത് എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പഠിക്കണോ അതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ എന്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ മറക്കണ്ട, നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം കിട്ടിയാൽ മതി USS, അല്ല, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കിട്ടണം അല്ലെ. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട മാമിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും നമ്മുടെ എന്താ പറയാ ഫ്രണ്ട്സിന് ഒരു ഷെയറും ഒക്കെ അങ്ങോട്ട് ചെയ്തോളാം. ഓക്കെ, യെസ്. അപ്പൊ മാം വേഗം വീഡിയോയിലേക്ക് പോവാണ്. യെസ്, ഈ ഒരു വീഡിയോയിൽ മാം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഡിസ്കഷൻ അല്ല, നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു പേപ്പറും അല്ലെങ്കിൽ ഒരു ബുക്കും ഒരു പേനയും നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ടും വെക്കണം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ വെറുതെ കേട്ടോണ്ട് ഇങ്ങനെ പോവാൻ ആരും ഇങ്ങോട്ട് വരണ്ട. കേട്ടു പോവല്ല വേണ്ടത്, നമ്മൾ പഠിച്ചു പോവാണ്. അപ്പൊ പഠിച്ചു പോവണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ എന്ത് വേണം, നമ്മളിങ്ങനെ ഫിലിമൊക്കെ കാണാൻ വരുന്ന പോലെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പറ്റില്ല അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ ആദ്യം ഒരു ബുക്കും പേനയൊക്കെ കയ്യിൽ വെച്ച് സെറ്റ് ആയിട്ട് അങ്ങോട്ട് ഇരുന്നോളാം. ഓക്കെ, ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ തറോ ആയിട്ട് അങ്ങോട്ട് പോണം അറബിക്കിൽ. ഓക്കെ, യെസ്. അപ്പൊ മാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻ ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഗ്രാമറിൽ എന്തൊക്കെ വരും, ഏതൊക്കെ രീതിയിലാണ് ഗ്രാമർ ചോദിക്കുക, അതല്ലെങ്കിൽ ഏതാണ് ഗ്രാമറിൽ പഠിക്കേണ്ടത്, അത് നമ്മൾ ഇവിടുന്ന് പഠിച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, കേവലം നമ്മൾ ഈ പോർഷൻ വരും ആ പോർഷൻ വരും ഇങ്ങനെയല്ല നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ഏതൊക്കെ വരും പോർഷൻസ് വരും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് കേട്ടോ. ശരി, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഫസ്റ്റ് എന്താണ് ഗ്രാമറിൽ ഇസ്മും ഫിഅലും ആണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇസ്മ എന്താണ് മക്കളെ? ഇസ്മ എന്ന് പറഞ്ഞാല് എന്താണ് ഇസ്മ? നോർമലി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്താണ് ഇസ്മ? ഇസ്മ എന്ന് പറഞ്ഞാൽ പേരാണ് അല്ലെ. പേര്, അതായത് മനുഷ്യന്റെ പേരാവട്ടെ, ജീവികളുടെ പേരാവട്ടെ, വസ്തുക്കളുടെ പേരാവട്ടെ, അതല്ലെങ്കിൽ മറ്റു നാടുകളുടെ പേരാവട്ടെ, ഇതൊക്കെയാണ് എന്ത് ഇസ്മ എന്ന് പറഞ്ഞത്. ഇപ്പൊ മാമിന് ഒരു പേരുണ്ട്, നിങ്ങൾക്കൊരു പേരുണ്ട്, നിങ്ങളുടെ സ്കൂളിനൊരു പേരുണ്ട് അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇസ്മ എന്ന് പറയാം. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലെ. എന്താണ്? മുഹമ്മദ് ഒരു പേരാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാല് മനുഷ്യന്മാരിൽ ഒരാളുടെ പേരാണ്. ഫീൽ ആന, അതാരുടെ പേരാണ്? മൃഗങ്ങളിൽ ഒരാളുടെ പേരാണ്. പിന്നെ കലം എന്നുള്ളത് ആരുടെ പേരാണ്? ഒരു എന്താ പറയാ വസ്തുവിന്റെ പേരാണ്. പിന്നെ ഫിലസ്തീൻ എന്ന് പറഞ്ഞത് എന്താണ്? അതൊരു രാജ്യത്തിന്റെ പേരാണ്. അപ്പൊ ഇതേപോലെ എന്താണ്, രാജ്യത്തിന്റെയോ വസ്തുക്കളുടെയോ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഒക്കെ പേരുകളെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ ഇസ്മ എന്ന് പറയാം. ഇനി ഫിഅല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഅല് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ട്. ഫിഅല് മാളി ഉണ്ട്, ഫിഅല് മുളാരി ഉണ്ട്, പിന്നെ ഫിഅല് അംറ് ഉണ്ട് അല്ലെ. അതായത് ഫിഅല് മാളി എന്ന് പറഞ്ഞാൽ മാം വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പൊ നോക്കിയേ, ഫിഅല് മാളി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫിഅല് മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലം അല്ലെ, ഭൂതകാലം എന്ന് നമ്മൾ പറയും. അതായത് എഴുതി. അതിന് നമ്മൾ എന്താ അറബിയിൽ പറയാ? കെത്തബ അല്ലെ. കെത്തബ എന്ന് പറഞ്ഞാൽ
എഴുതി. അതെന്താണ്? അത് എഴുതി കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? ആ ഒരു സംഭവം അവിടെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മള് ഫിഅൽ മാളി എന്ന് പറയാം കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് വന്നിട്ട് അതിനൊരു എക്സാമ്പിളും കൂടെ പറയുന്നുണ്ട് അല്ലെ. കെത്തബ ഫിഅൽ, പിന്നെ റജഅ മടങ്ങി, ദഹബ പോയി, ജലസ ഇരുന്നു. ഇതൊക്കെ എന്താണ്? ഫിഅൽ മാളിയാണ്. ഇനി ഫിഅൽ മുളാരി എന്ന് പറഞ്ഞാലോ? ഫിഅൽ മുളാരി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതുന്നു, വായിക്കുന്നു, ഇരിക്കുന്നു, ഇങ്ങനെ പറയുന്നതിനാണ്. അതായത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്നതാണ് ഫിഅൽ മുളാരി. എന്നാൽ കഴിഞ്ഞുപോയ പ്രക്രിയയെ നമ്മൾ പറയുന്നതാണ് ഫിഅൽ മാളി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ മറന്നു പോകരുത്. ഫിഅൽ മാളി എന്നാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഫിഅൽ മുളാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ നടന്നു. ഇപ്പൊ മാം ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതെന്താണ്? ഫിഅൽ മാളിയാണ്. അപ്പൊ അതിനെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാരണം ആ രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് ആകെ ആയി പോവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. അപ്പൊ ഫിഅൽ മുളാരി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഇനി നോക്കിയേ, ഇനി പുല്ലിംഗവും സ്ത്രീലിംഗം എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്, മുദക്കറും മുഅന്നസും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുദക്കർ ഉണ്ട്, മുഅന്നസ് ഉണ്ട്. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅന്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗമാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ് അല്ലെ? അപ്പൊ അറബിക്കിൽ നമ്മൾക്ക് മെയിൻ ആയിട്ട് എന്താണ്? മുദക്കറിന് താ ഉണ്ടാവില്ല, എന്നാൽ മുഅന്നസിന് എന്തുണ്ടാവും? താ ഉണ്ടാവും അല്ലെ? മുഅന്നസിന് താ ഉണ്ടാവും, മുദക്കറിന് താ ഉണ്ടാവില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, അറബിക്കിൽ നമ്മൾ ഒരു 97% വേർഡ്സുകളും മുഅന്നസിന് സ്ത്രീലിംഗമായിട്ടുള്ള വേർഡ്സുകൾക്കൊക്കെ മക്കളെ എന്തുണ്ട്? താ ഉണ്ട്. താ ആണ് സ്ത്രീയുടെ ഫ്രണ്ട്. ഓക്കെ, വുമൻസിന്റെ ഫ്രണ്ട് ആണ് താ. എന്നാ ബോയ്സിന് ആളുണ്ടോ? അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ബോയ്സിന് താ ഉണ്ടാവില്ല. അപ്പൊ അതങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നോക്കിയേ, യെസ്, വലതുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇസ്മു മുദക്കറാണ് അല്ലെ? ആൺകുട്ടിയാണ്. വലതുൻ ആൺകുട്ടിയാണ് അല്ലെ? എന്നാൽ എന്താണ്? ഖറഅ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിച്ചു. അപ്പൊ അവിടെ എന്താ പറയാ, താ വന്നിട്ടുണ്ടോ? ഇല്ല. താ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? മുദക്കറാണ്. വായിച്ചു അല്ലെ? അപ്പൊ അത് പ്രവൃത്തി ആയതുകൊണ്ട് നമ്മൾ അതിനെങ്ങനെ പറയുന്നു? ഫിഅൽ മുദക്കർ എന്ന് പറയുന്നു. ഓക്കെ, ആദ്യത്തേത് വലതു എന്ന് പറഞ്ഞാൽ ഇസ്മാണ്. അപ്പൊ ഇസ്മു മുദക്കർ എന്ന് പറയുന്നു. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. അപ്പൊ ഫിഅൽ മുദക്കർ എന്ന് പറയുന്നു. മനസ്സിലായോ? ഇനി ഹക്കീബത്തുൻ, ബാഗ് അല്ലെ? ഹക്കീബത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഗ് ആണ് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിലൊരു താഇനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ? താഇനെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അതെന്താണ്? മുഅന്നസ് ആണ്. അപ്പൊ മുഅന്നസിന്റെ കൂടെ അത് ഒരു വസ്തുവിന്റെ പേരാണ്, ഇസ്മാണ് അല്ലെ? അപ്പൊ ഇസ്മു മുഅന്നസ് ആണ് അല്ലെ? ഇസ്മു മുഅന്നസ് ആണ്. അടുത്തത് കെതബത്ത്, അവൾ എഴുതി. അതൊരു ഫിഅൽ മുഅന്നസ് ആണ് അല്ലെ? കാരണം അത് താ വന്നിട്ടുണ്ട്, ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഏതൊക്കെയാണ്? ഫിഅൽ മാളി, ഫിഅൽ മുളാരി, ഇസ്മു പഠിച്ചു, പിന്നെ മുദക്കർ പഠിച്ചു, മുഅന്നസ് പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഈ പോർഷൻ അറിയില്ല എന്ന് പറയരുത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹർഫുകളെയാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഈ ഹർഫുകൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഈ ഹർഫിന് അർത്ഥം കിട്ടില്ല. ഓക്കെ, എന്നാൽ വേറൊരു വേർഡിന്റെ കൂടെ ഈ ഹർഫ് വരികയാണെങ്കിൽ അതിന് അർത്ഥം ഉണ്ടാവും. എങ്ങനെയാ? ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി അല്ലെ? നിന്നും, നമ്മൾ നിന്നും എന്ന് പറഞ്ഞാല് വെറുതെ ഒരു നിന്നും എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? ഇല്ല, അതിനൊരു മീനിങ്ങും ഇല്ല. എന്നാൽ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറയുമ്പോ അതിനൊരു മൊത്തത്തിലൊരു മീനിങ് വന്നല്ലോ അല്ലെ? അപ്പോ അതിനെയാണ് നമ്മൾ ഹർഫ് എന്ന് പറയാ. അതായത് മിൻ, നിന്ന്, പിന്നെന്താണ്? ഇല, ലേക്ക്, അൻ, കുറിച്ച്. കണ്ടോ മാം ഇവിടെ മിസാല് കൊടുത്തുണ്ടോ എക്സാമ്പിള്? അപ്പൊ ഇത്തരം വേർഡ്സുകള് എന്താണ്? വേറൊരു വേർഡ്സിന്റെ കൂടെ ഇത്തരം ഹർഫുകള് വേറൊരു വേർഡ്സിന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും? മീനിങ് ഉണ്ടാവും. എന്നാൽ ഈ ഹർഫുകൾ തനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അതിന് മീനിങ് ഉണ്ടോ? ഇല്ല. നിന്ന്, ലേക്ക്, കുറിച്ച്. ഇപ്പൊ എന്താ ഇത് അല്ലെ? ഇതെന്താ മിസ്സിന് എന്താ ആകെ കിളി പോയോന്നൊക്കെ ഉള്ള വിചാരിക്കും നിങ്ങള്. കാരണം അത് ഒറ്റയ്ക്ക് പറയുമ്പോ അതിനെന്തുണ്ടാവില്ല? ഒരു മീനിങ്ങും ഉണ്ടാവില്ല. അത് ആകെ എന്താണ്? ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരു കോലത്തിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ പക്ഷെ അതിന് വേറൊരു വേർഡ്സിന്റെ കൂടെ വീട്ടിൽ നിന്നും, അങ്ങാടിയിൽ നിന്നും, കോഴിക്കോട് നിന്നും,
സ്കൂളിലേക്ക് അല്ലെ, അവനെ കുറിച്ച്. അപ്പൊ ഇപ്പൊ ഇതിനൊക്കെ എന്താണ് ഒരു മീനിങ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ രൂപത്തിൽ വരുന്നതാണ് ഹർഫുകൾ എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ്? യെസ്, ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഫിഅലു മാലീനെ ഇവിടെ ഒന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, ദറസ. ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു അല്ലെ. ദറസ പഠിച്ചു. അവിടെ ആരാ പഠിച്ചത്? അവനാണോ അവളാണോ പഠിച്ചത്? മുദക്കറാണോ മുഅന്നസാണോ? അവിടെ നിങ്ങൾ ആലോചിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഅന്നസിന്റെ ഒരു ഫ്രണ്ടാണ് ആര്? താ അല്ലെ. മുഅന്നസിന്റെ ഫ്രണ്ടാണ് താ. അപ്പോ ഈ താ വരുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കണം, അത് മുഅന്നസാണ് അല്ലെ. താ വരുമ്പോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അത് മുഅന്നസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതില് താ ഉണ്ടോ? ദറസ എന്ന് പറയുന്നതിൽ താ ഉണ്ടോ? ഇല്ല അല്ലെ. ദറസയിൽ താ ഇല്ല. അപ്പൊ നമ്മള് അതിനെ മനസ്സിലാക്കണം, അതെന്താണ്? ഫിഅല് മുദക്കറാണ് അല്ലെ. ഫിഅൽ എന്താണ്? മുദക്കറാണ്. കാരണം അതിൽ താ ഇല്ല, മുദക്കറായിട്ടുള്ള പ്രവൃത്തിയാണ്. എന്നാൽ തൊട്ട് താഴെ നോക്ക്, ദഹബത്ത്. ദഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവൾ പോയി. എന്താണ്? അവൾ പോയി അല്ലെ. അപ്പോ ദഹബത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ക്ലിയർ ആണ്. അവൾ പോയി എന്ന് പറയുമ്പോൾ ഫിഅല് എന്താണ്? മുഅന്നസ് ആണ്. കാരണം ഒരു സ്ത്രീയാണ് അവിടെ പ്രവർത്തിച്ചത്. ഫിഅല് മുഅന്നസ് അല്ലെ. അപ്പൊ അത് നിങ്ങൾ വൃത്തിക്ക് പഠിക്കണം. കാരണം മുഅന്നസിനെയും മുദക്കറിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മളുടെ USS ബബ്ബ ആയി പോവും. അതുകൊണ്ട് അത് നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് മാം പറയുന്നത് നോക്കിയേ. ഇവിടെ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫിഅല് മാളിയിലാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. ഇനി ഫിഅല് മുലാരിയില്. ഫിഅല് മുലാരിയിൽ യൽ അബു എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ മാം കൊടുത്താണ്ടോ? യൽ അബു. എന്നോട് സൂം ചെയ്ത് കാണിച്ചുതരാം. യൽ അബു എന്ന് പറഞ്ഞാൽ അവൻ കളിക്കുന്നു, അതല്ലെങ്കിൽ അവൻ കളിക്കും. ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ, യൽ അബു അവൻ കളിക്കുന്നു, അതല്ലെങ്കിൽ അവൻ കളിക്കും. അവിടെ യാ ഉണ്ട്. യാ ആണോ താ ആണോ വന്നത്? യാ ആണ്. അപ്പൊ അതെന്താണ്? ഫിഅല് മുദക്കറാണ്. ഇനി തദുറുസു എന്ന് ഫിഅല് മുദക്കർ എന്ന് പറഞ്ഞാൽ പോരാ, ഫിഅല് മുലാരി മുദക്കറാണ് അല്ലെ. മുലാരി ആയിട്ടുള്ള പദാണ്, അപ്പൊ മുദക്കറാണ്. ഇനി മുലാരിനെ എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് മാം പറഞ്ഞുതരാം. അതിനുശേഷം നോക്കിയേ, തദുറുസു. തദുറുസു എന്ന് പറഞ്ഞാൽ അതിൽ താ ഉണ്ട് അല്ലെ. അപ്പൊ ഏതാണ്? മുഅന്നസ് ആണോ മുദക്കറാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുദക്കറാണ് അല്ലെ. മുദക്കറാണോ? അല്ല, മുഅന്നസ് ആണ്. അപ്പോ തദുറുസു എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅന്നസ് ആണ്. എന്താണ്? ഫിഅല് മുലാരിയാണ് അല്ലെ. ഇനി നോക്കിയേ കുഞ്ഞുങ്ങളെ, ഇനി ഫിഅല് മുലാരിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഫിഅല് മുലാരിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. യെസ്, ഫിഅല് മുലാരിന്റെ മുൻപില് യാ ഓ, അതല്ലെങ്കിൽ താ ഓ, അതല്ലെങ്കിൽ അലിഫ് അംസയോ, അതല്ലെങ്കിൽ നൂനോ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തൊക്കെയാ ഉണ്ടാവുക? അതിന് നമുക്ക് ഇത് ഇവിടെ ഒരു ചെറിയൊരു ഷോർട്ട് പറഞ്ഞിട്ടുണ്ട്. അലിഫ് നൂന് യാ താ. കണ്ടോ? അലിഫ് നൂന് യാ താ. അപ്പൊ അതിനൊന്ന് കൂട്ടി വായിച്ചു നോക്കിയേ. അനിയെത്തി. എങ്ങനെയുണ്ട്? അനിയെത്തി എന്നാണ് അതിനെ വായിക്കുക. അനിയെത്തി. കണ്ടോ? അനിയത്തി. അലിഫ് നൂന് യാ താ. കണ്ടോ? അപ്പൊ ഇത്രയും പദങ്ങൾ, ഇത്രയും ഹർഫുകള് ഫിഅല് മുലാരിന്റെ മുന്നിൽ ഉണ്ടാവും. ഒന്നെങ്കിൽ അലിഫ് ഉണ്ടാവും, അദ്ഹബു, അർജിഉ, അദ്റുസു, അത് ഫിഅല് മുലാരിയാണ്. ഒന്നെങ്കിൽ നൂൻ ഉണ്ടാവും, നക്തുബു, നദ്റുസു, നർജിഉ, നദ്ഹബു. കണ്ടോ? അത് ഫിഅല് മുലാരിയാണ്. അതല്ലെങ്കിൽ താ ഉണ്ടാവും, തദ്റുസു, തൽഅബു, തർജിഉ. കണ്ടോ? അപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അനിയെത്തി എന്ന് പറയുന്ന അലിഫ് നൂന് യാ താ ഈ ലെറ്റേഴ്സ് ഏതെങ്കിലും ഫിഅലിന്റെ മുൻപിൽ വന്നാൽ ഈ ലെറ്റേഴ്സ് ഫിഅല് മുലാരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? യെസ്. അപ്പൊ അത് നല്ല വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അലിഫോ നൂനോ യാ ഓ താ ഓ ഇല്ലാതെ വരുന്ന ഫിഅലാണെങ്കിൽ അത് എന്ത് ഫിഅലാണ്? ഫിഅല് മാളിയാണ്. മനസ്സിലായോ? അലിഫോ നൂനോ യാ ഓ താ ഓ മുൻപിൽ ഇല്ലാതെ വരുന്ന ഫിഅലിനെ നമ്മൾ ഫിഅല് മാളി എന്ന് വിളിക്കും. അത് വന്നിട്ടുള്ള എന്താ പറയാ വേർഡ്സിനെ നമ്മൾ ഫിഅല് മുലാരി എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടിച്ചത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫാഇലാണ്. ഫാഇൽ എന്ന് പറഞ്ഞാൽ മക്കളെ പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ഫാഇൽ എന്ന് പറയാം. അതായത് ഇപ്പൊ മാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ആരാണ്? ഞാനാണ് അല്ലെ.
ഞാനല്ലേ ക്ലാസ് എടുക്കണേ. അപ്പൊ ഈ ഞാനാണ് ഇവിടുത്തെ എന്ത് ഫായില്. മനസ്സിലായോ? ഈ ഞാനാണ് ഇവിടുത്തെ ഫായില്. മനസ്സിലായോ? പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയാം. ഓക്കെ, അതായത് മുഹമ്മദ് ടേബിളിൽ ഇരുന്നു അല്ലെങ്കിൽ ചെയറിൽ ഇരുന്നു. അവിടെ പിന്നെ ഫായിൽ ആരാണ്? പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണ്? മുഹമ്മദ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ഫായിൽ എന്ന് വിളിക്കാം. ഇനി മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി എന്തിനെയാണോ ബാധിക്കുന്നത് അതിനെ നമ്മൾ മഫ്ഊൽ എന്ന് വിളിക്കും. ഓക്കെ, പ്രവൃത്തി എന്തിനെയാണോ ബാധിക്കുന്നത് അതിനെ നമ്മൾ മഫ്ഊൽ എന്ന് വിളിക്കും. അതായത് കെത്തബൽ വലതു അൽ ഖിസ്സത. ഓക്കെ, കെത്തബ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി. കണ്ടോ? കെത്തബ എഴുതി. ആരാ എഴുതിയത്? ഫായിൽ ആരാ അവിടുത്തെ? വലതാണ് അല്ലെ. ഫായിൽ ആരാണ്? വലതാണ് അല്ലെ. ഫായിൽ എപ്പോഴും ഈ ഒരു ലൊമ്മിലാണ് ഉണ്ടാവുക കേട്ടോ. കെത്തബൽ വലതു, ഫായിൽ എഴുതി. ഇനി എന്താ എഴുതിയത്? അതാണ് മഫ്ഊലും ബിഹി. മനസ്സിലായോ? അവൻ എന്താ ചെയ്തത്? അതാണ് മഫ്ഊലും ബിഹി. കെത്തബൽ വലതു ഖിസ്സത. കണ്ടോ? ഖിസ്സത്തൻ അവിടെ കൊടുത്തത് കണ്ടോ? അപ്പോ മഫ്ഊലും ബിഹി എപ്പോഴും ഫത്ഹ ആയിരിക്കും, മൻസൂബായിരിക്കും കേട്ടോ. ഫത്ഹ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? തൊട്ട താഴെ നോക്കിയേ, ഫതഹത്തുൽ ഉമ്മ തുറന്നു അൽ ബാബ. എന്തിനെയാ തുറന്നത്? വാതിലിന്. അപ്പൊ ആ ബാബ എന്നുള്ള വാക്കാണ് അവിടെ എന്ത്? മഫ്ഊലും ബിഹി. ഇപ്പൊ മാം അവിടെ ക്ലാസ് എടുക്കുകയാണ് അല്ലെ. അപ്പൊ ഞാന് എന്താ എടുക്കുന്നത്? ക്ലാസ് ആണ് എടുക്കുന്നത്. അതാണ് എന്ത്? മഫ്ഊലും ബിഹി. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇതേപോലെയുള്ള മഫ്ഊലും ബിഹി, ഫായില്, ഇതൊക്കെ ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോണം. എക്സാമിന് ചോദിക്കും. ഒരു സെന്റൻസ് തന്നിട്ട് നിങ്ങളോട് പറയും ഇതിലെ ഫിഅൽ ഏതാണ്, ഇതിലെ ഫായിൽ ഏതാണ്, ഇതിലെ മഫ്ഊലും ബിഹി ഏതാണ് എന്ന് ചോദിച്ചാൽ മാമിന്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ കിട്ടണമെങ്കിൽ നല്ല പോലെ മനസ്സിലാക്കാം കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോ ജലസൽ വലതു. ഓക്കെ, ജലസൽ വലതു അല്ലെങ്കിൽ വേണ്ട, പിന്നെ യക്റഉൽ വലതു, കുട്ടി വായിച്ചു അല്ലെ. അല്ലെങ്കിൽ ഖറഅൽ വലതു, കുട്ടി വായിച്ചു എന്ത്? അൽ കിതാബ, ബുക്ക്. മനസ്സിലായോ? അപ്പൊ വലത് എന്നുള്ളത് അതിലെ എന്താണ്? ഫായിലാണ്. ആ പ്രവൃത്തി ചെയ്ത ആളാണ്, ഫായിലാണ് വലത്. പ്രവൃത്തി എന്താണ്? കെത്തബ. മാം ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. കെത്തബൽ വലതു, കുട്ടി എന്ത് ചെയ്തു? എഴുതി. അല്ല, കെത്തബല്ല, മാറിപ്പോയല്ലോ. ഖറഅല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഖറഅൽ വലതു, കുട്ടി വായിച്ചു. എന്താ വായിച്ചത്? അൽ കിതാബ, ബുക്ക് അല്ലെ. അൽ കിതാബ. അപ്പൊ നോക്കിയേ, അപ്പൊ ഖറഅ എന്നുള്ളതാണ് ഇവിടുത്തെ ഫിഅല് അല്ലെ. ഖറഅ എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്? ഫിഅല്. വലത് എന്നുള്ളതാണ് ഇവിടുത്തെ ഫായില്. ആ പ്രവൃത്തി ചെയ്ത ആളാരാണ്? വലതാണ്. കിതാബ് എന്നുള്ളത് എന്താണ്? മഫ്ഊലും ബിഹിയാണ്. എന്താണ് ആ കുട്ടി ചെയ്തത്? എന്തിനെയാ വായിച്ചത്? ബുക്കിനെയാണ് വായിച്ചത് അല്ലെ. അപ്പോ മഫ്ഊലും ബിഹി അതാണ്. അപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഫിഅല്, ഫായില്, മഫ്ഊല്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇനി അദവാത്തുൻ നാസിബ ലിൽ മുളാരി. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫിഅൽ മുളാരിനെ കുറിച്ച് അല്ലെ. എങ്ങനെ നമ്മൾ ഫിഅൽ മുളാരിനെ കണ്ടെത്തുക? വേഗം പറ, പെട്ടെന്ന് ഓടിച്ചാടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു ഷോർട്ട് വേർഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫിഅൽ മുളാരി വന്നാൽ ഫിഅൽ മുളാരിനെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേഗം ആലോചിച്ച് നോക്കിയേ, പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, കമോൺ. ഏതാണ്? യെസ്, അനിയത്തി അല്ലെ. അലിഫ്, നൂന്, യാ, ത. ഇതിലേതെങ്കിലും ലെറ്റേഴ്സ്, ഇതിലേത് ലെറ്റേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ലെറ്റർ നമ്മൾ ആ ഒരു വേർഡിന്റെ മുന്നിൽ വന്നാൽ ആ ഫിഅൽ എന്തായിരിക്കും? ഫിഅൽ മുളാരി ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ഫിഅൽ മുളാരിനെ നമുക്ക് ഫതഹ കൊടുക്കണം. ആ ഫിഅൽ മുളാരിന്റെ അവസാനത്തെ ലെറ്ററിന് ഫതഹ നമ്മൾ കൊടുക്കണമെങ്കിൽ വേറെ കുറെ ആൾക്കാർ ഇതിന്റെ മുന്നിൽ വരണം. ഓക്കെ, അതായത് ഇപ്പൊ ഇത് ഫിഅൽ മുളാരി ആണെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ഫിഅൽ മുളാരി ഉണ്ട്. ഓക്കെ, ഈ ഫിഅൽ മുളാരിന്റെ അവസാനത്തെ ലെറ്ററിന് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യക്തുബു
ഓക്കെ, യക്തുബു ഇതാണ് ഫിയൽ മുലാരി. ഇനി ഇതിന്റെ അവസാനത്തെ ലെറ്റർ ഏതാ? ബാ ലൊമ്മ ബു ആണ് അവസാനത്തെ ലെറ്റർ. ഇതിനെ നമുക്ക് ഇനി ഫത്തഹ ആക്കണം, ബാ ആക്കണം, യക്തുബ എന്നാക്കണം. അങ്ങനെ ആക്കണമെങ്കിൽ ഈ ഫിയൽ മുലാരിന്റെ മുൻപില് കുറച്ച് ആളുകൾ വരണം. ആരൊക്കെയാണെന്നറിയോ മാം? ഇവിടെ കാണിച്ചു തരാം. അൻ, ലെൻ, ഇതൻ, കൈ. കണ്ടോ? അൻ, ലെൻ, ഇതൻ, കൈ. ഇവരിൽ ആരെങ്കിലും ഒരാള് ഫിയൽ മുലാരിന്റെ മുൻപിൽ വന്നാൽ ആ ഫിയൽ മുലാരിന്റെ അവസാനത്തെ ലെറ്ററിന് നമ്മൾ ഫത്ഹ കൊടുക്കണം. ഓക്കെ, മാം കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മള് അൻ യക്തുബ എന്നാണ് എഴുതുക. കണ്ടോ? അൻ യക്തുബ, അൻ യക്തുബ. കണ്ടോ? അൻ യക്തുബു എന്ന് പറയോ? ഇല്ല, അൻ യക്തുബ എന്നാണ് പറയാ. ഇനി അടുത്തത് ഏതാ? ലൻ യർജിഅ. യർജിഉ എന്ന് പറയൂല, ലൻ യർജിഅ. കൈ യദുറുസ. ഇദൻ അക്തുബ. കണ്ടോ? അപ്പൊ അക്തുബ എന്ന് പറയുമ്പോ ആ വന്ന്, അനിയത്തിയിലെ ആ വന്നു. അതേപോലെ ഇനി നായാണെങ്കിലും ഇദൻ നെക്തുബ അല്ലെങ്കിൽ കൈ നെക്തുബ. ഇനി ഏതാ ഉള്ളത്? യാ നമ്മൾ പറഞ്ഞു. പിന്നെ താ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? അൻ തദുറുസ. കണ്ടോ? അപ്പോ ഇതില് ആ ഫിയൽ മുലാരിന്റെ മുൻപില് ഏതെങ്കിലും ഇതിൽ അൻ, ലെൻ, ഇതൻ, കൈ. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. അൻ, ലെൻ, ഇതൻ, കൈ. ഇതിലേത് വേർഡ്സ് വരികയാണെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ഫതഹ ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇവിടെ നോക്കിയേ, കണ്ടോ? ജിഅ്തു ഞാൻ വന്നു, കൈ അത്തഅല്ലമ. കണ്ടോ? ഇവിടെ വന്നത് ഏതാണ്? കൈ ആണ്. ഇനി നോക്കിയേ നിങ്ങള്, ഇവിടെ അത്തഅല്ലമ എന്നാണ് വന്നത്. അത്തഅല്ലമു ആണോ? മു ആണോ? അല്ല, അത്തഅല്ലമ എന്നാണ് വന്നത്. കണ്ടോ? അത്തഅല്ലമു എന്നല്ല. കാരണം ഇതിന് കണ്ട നിങ്ങള്, ഇതാണ് ഫിയൽ മുലാരിന്റെ ലെറ്റർ ആ. അനിയത്തിയിലെ ആ വന്നു. കണ്ടോ? ഇനി അടുത്ത നോക്കിയേ, അൻ അദ്ഹബ. കണ്ടോ? അൻ അദ്ഹബ. കണ്ടോ? അനിയത്തിയിലെ ആ വന്നു. അദ്ഹബയിലെ അന്ന്. കണ്ടോ? അന്ന് വന്നു. അതായത് നസ്ബ് ചെയ്യുന്ന, ഫതഹ ചെയ്യേണ്ട ലെറ്റർ വന്നു. പിന്നെന്താണ് ഇതിൽ വന്നിട്ടുള്ളത്? ലാസ്റ്റ് ഫതഹ ചെയ്തു. കണ്ടോ നിങ്ങളെ? ഇനി ഫതഹയാണ് കൊടുത്തത്. ഇനി ലെൻ വന്നു. ലെൻ എന്നുള്ളത് എന്താണ്? നസ്ബ് ചെയ്യേണ്ട ലെറ്റർ ആണ്. നൂ വന്നിട്ടുണ്ട് അല്ലെ? നൂ എന്നുള്ളത് എന്താണ്? നൂന് അനിയത്തിയിലെ നൂനാണ് അല്ലെ? അപ്പോ ഫീൽ മുലാരി ആണെന്ന് ഉറപ്പിച്ചു. അതിനുശേഷം കാഫ് വന്നു അല്ലെ? കാഫിന് നമ്മള് ഫതഹാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ നിങ്ങളെ? അപ്പോ എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്? ഫിഅൽ മുലാരിന്റെ മുൻപിൽ അൻ, ലെൻ, ഇദൻ, കൈ ഇവ ആരെങ്കിലും വന്നാൽ ഫിഅൽ മുലാരിന്റെ അവസാനത്തെ ലെറ്ററിന് നമ്മൾ ഫതഹ കൊടുക്കണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി മനസ്സിലായില്ല പറയരുത് കേട്ടോ. ഇനി അടുത്തത്, ഇനി നോക്കിയ മക്കളെ, ഇനി നമുക്ക് കുറച്ച് ഇറാബുകൾ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇത് മാം സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇറാബ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഫതഹ്, കെസർ, ലൊമ്മ്, സുക്കൂൻ എന്നൊക്കെ പറയില്ലേ? അതിനെ നമ്മൾ വേറൊരു രൂപത്തിൽ പറയുന്നതാണ് ഇറാബ്. അത് ഏത് രൂപാന്ന് ഞാൻ പറഞ്ഞുതരാം. റഫ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ലൊമ്മിനെയാണ് റഫ് എന്ന് പറയാം. കണ്ടോ? റഫ് എന്ന് പറഞ്ഞാൽ ലൊമ്മാണ്. നസ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫതഹയാണ്. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫതഹയാണ്. ജറ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെസ്റയാണ്. ജറ് എന്ന് പറഞ്ഞാൽ കെസ്റയാണ്. ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. എന്താണ്? സുക്കൂന്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇഅ്റാബ് വളരെ സിമ്പിൾ ആണ്. റഫ് എന്ന് പറഞ്ഞാൽ ലൊമ്മാണ്. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ഹാണ്. ജറ് എന്ന് പറഞ്ഞാൽ കെസ്റാണ്. ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ, മാമിന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. റഫ് എന്ന് പറഞ്ഞാൽ ലൊമ്മാണ്. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ഹാണ്. ജറ് എന്ന് പറഞ്ഞാൽ കെസ്റാണ്. ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ഇനി നോക്കിയേ, ഇനി രണ്ട് രൂപത്തിലാണ് ജുംലകൾ ഉള്ളത്. ആദ്യം ജുംല എന്താന്ന് അറിയണ്ടേ അല്ലെ? അതെന്താ മിസ്സേ അങ്ങനെ ഒരു ചോദ്യം അല്ലേ? അപ്പൊ മക്കളെ, ജുംല എന്താന്ന് അറിയണ്ടേ? ജുംല എന്ന് പറഞ്ഞാല് സെന്റൻസ് ആണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ സെന്റൻസ് എന്ന് പറയില്ലേ? അപ്പൊ അതിനെയാണ് ജുംല എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അറിയല്ലോ? ഇനിയിപ്പോ എക്സാം ഹാളിൽ പോയിട്ട് ജുംലയോ ഇതെന്താ ആലോചിച്ചിരിക്കരുത്. ഓക്കെ, അപ്പോ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് സെന്റൻസ്. അപ്പോ 2 തരത്തിലാണ് ജുംല ഉള്ളത്. മാം നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാല് ഒന്ന് ജുംലത്തുൽ ഇസ്മിയയും ഒന്ന് ജുംലത്തുൽ ഫിഅലിയയും. എങ്ങനെയാണ്? ഒന്ന് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും, ഒന്ന് ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയും. കണ്ടോ? അപ്പൊ എന്തായിരിക്കും ഈ ജുംലത്തുൽ ഇസ്മിയയും ഈ ജുംലത്തുൽ ഫിഅലിയയും? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വളരെ ഈസിയാണ്. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംല. ഓക്കെ, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് നമ്മൾ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയാ. ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? ഓരോരുത്തരുടെ പേരുകള്, വസ്തുക്കളുടെ പേര്, മൃഗങ്ങളെ പേര്, പക്ഷികളെ പേര്, മനുഷ്യരുടെ പേര്, രാജ്യങ്ങളെ പേര്, ഇതൊക്കെ ഇസ്മാണ്. ആ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് നമ്മൾ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയാം. എക്സാമ്പിൾ എങ്ങനെയാന്ന് നോക്കിയേ. അൽ മദ്റസത്തു വാസിഅത്തുൻ. അൽ മദ്റസത്തു വാസിഅത്തുൻ. എന്താ അങ്ങനെ പറഞ്ഞാല്? മദ്രസ എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളാണ് അല്ലെ? സ്കൂള് വിശാലമാണ് അല്ലെ? സ്കൂൾ വിശാലമാണ്. അപ്പൊ അവിടെ ആ ജുംല തുടങ്ങിയത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പ്രവർത്തികളെ പറഞ്ഞുകൊണ്ടാണോ? അല്ല. ആ ജുംല തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ആ ജുംല തുടങ്ങിയത് ഒരു പേര് കൊണ്ടാണ്. സ്കൂൾ എന്നുള്ള ആ ഒരു പേര് കൊണ്ടാണ് ആ ജുംല തുടങ്ങിയിട്ടുള്ളത് അല്ലെ? ആ ജുംല തുടങ്ങിയത് എങ്ങനെയാണ്? സ്കൂൾ എന്നുള്ള പേര് കൊണ്ടാണ് ആ ജുംല തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. ഇനി ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയും എങ്ങനെയാണ്? വളരെ ഈസിയാണ്. അതായത് ഫിഅല് കൊണ്ട് തുടങ്ങുന്ന ജുംല, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഹറജ മുഹമ്മദുൻ. മുഹമ്മദ് പുറപ്പെട്ടു. അല്ലെങ്കിൽ ദഹബ എന്താ പറയാ, ഒരാളെ പേര് പറയടോ, റാഷിദുൻ. റാഷിദ് പോയി അല്ലെ? അപ്പൊ ആ രീതിയിൽ പോവുക, ഇരിക്കുക, ചാടുക, ഓടുക, ആ രീതിയിൽ പിച്ചുക അല്ലെ, അങ്ങനെ സംസാരിക്കുക, ഇതൊക്കെ എന്താണ്? ഫിഅലാണ്. അപ്പൊ ഫിഅല് കൊണ്ട് തുടങ്ങുന്ന ജുംലയെ നമ്മൾ ജുംലത്തുൽ ഫിഅലിയ എന്നും ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയെ നമ്മൾ ജുംലത്തുൽ ഇസ്മിയ എന്നും പറയും. ഇനി ഇത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം. കേട്ടല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ ഇതങ്ങനെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇനി നമുക്ക് മുബ്തദവും ഖബറും ഉണ്ട്. അത് ചുമ്മാ വെറുതെ അങ്ങോട്ട് പഠിച്ചാൽ മതി. മുബ്തദ എന്നാൽ എന്താണ്? ഇതാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ജുംലത്തുൽ ഇസ്മിയയിലെ ആദ്യത്തെ പദത്തെയാണ് നമ്മൾ മുബ്തദ എന്ന് പറയാം. നോക്കിയേ, അൽ ബുസ്താനു ജമീലുൻ. ഇതിൽ ആദ്യത്തെ പദം ഏതാണ്? ആദ്യത്തെ പദം ഏതാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അൽ ബുസ്താനു ജമീലുൻ. അതിൽ ആദ്യത്തെ പദം ഏതാണ്? അൽ ബുസ്താൻ അല്ലെ? അൽ ബുസ്താൻ എന്നുള്ളതാണ് ആദ്യത്തെ പദം. അപ്പൊ ഇതെന്താണ്? ജുംലത്തുൽ എന്താ പറയാ, മുബ്തദ ആണ്. ഓക്കെ, ജുംലത്തുൽ ഇസ്മിയയിലെ ആദ്യത്തെ പദത്തെയാണ് നമ്മള് ജുംലത്തുൽ മുബ്തദ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. രണ്ടാമത്തെ പദം എന്താണ്? ഈ രണ്ടാമത്തെ പദം ജമീലുൻ. ഇതിനെയാണ് നമ്മൾ ഖബർ എന്ന് പറയാം. വളരെ ഈസിയാണ്. അതായത് ഒരു സെന്റൻസിലെ ജുംലത്തുൽ ഇസ്മിയയായ ഒരു സെന്റൻസിലെ ആദ്യത്തെ പദത്തെ നമ്മൾ മുബ്തദ എന്നും രണ്ടാമത്തെ പദത്തെ നമ്മൾ ഖബർ എന്നും പറയും. വേറെ ഒന്നുമില്ല. ഓക്കെ, മുബ്തദ ഖബർ, സിമ്പിൾ. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾ ചെയ്യേണ്ട. കാരണം നിങ്ങൾ ഇത്ര മാത്രം നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരൂല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പദത്തെ ജുംലത്തുൽ എന്താ പറയാ, ഇസ്മിയയിലെ ആദ്യത്തെ പദത്തെ എന്ത് പറയും? മുബ്തദ എന്നും രണ്ടാമത്തെ പദത്തെ നമ്മൾ ഖബർ എന്നും പറയും. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നേരത്തെ നമ്മൾ എന്താ പറയാ, ഫത്തഹ് കൊടുക്കുന്ന വേർഡ്സുകൾ പഠിച്ചിരുന്നല്ലോ, ലെറ്റേഴ്സുകള്. ഏതൊക്കെയാ അത്? നമ്മൾ ഫിഅൽ മുളാരിനെ ഫത്തഹ് കൊടുക്കുന്ന ലെറ്റേഴ്സുകൾ ഏതൊക്കെയായിരുന്നു? അൻ, ലൻ, ഇദൻ, കൈ. ഇത് വന്നാൽ നമ്മൾ ഫിഅൽ മുളാരിന് എന്ത് ചെയ്യണം? ഫത്തഹ് കൊടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇതേപോലെയുള്ള വേറൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കാന വ അഖ്വാത്ത്. എന്താണ്? കാന വ അഖ്വാത്ത്. കാനയും കാനയുടെ സഹോദരന്മാരും. ഓക്കെ, കാന വ അഖ്വാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാന എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് സഹോദരന്മാരുണ്ട്. ഓക്കെ, അപ്പോ ഈ സഹോദരന്മാർക്ക് അവരെ ആരൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾക്ക് പഠിക്കാം, എന്നിട്ട് അവരുടെ നിയമങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അതേ കാന വ അഖ്വാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന, സ്വാറ, അസ്ബഹ, അംസ, ളല്ല, ബാറ്റ, അൽഹ, ലൈസ.
ഓക്കെ, ഇത്രയാണ് കാനയുടെ സഹോദരൻ. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ കുറെ കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരെ പേരും ഇങ്ങനെ പറയൂലേ, റാഷിദ്, മുർഷിദ്, മുഹമ്മദ് ഇങ്ങനെ പറയില്ലേ? അപ്പൊ അതേപോലെ ഒരു കുടുംബത്തിലെ ഒരേ എന്താ പറയാ സഹോദരന്മാരാണ് കാനയുടെ കൂടെയുള്ള ആൾക്കാർ. ആരൊക്കെയാണ്? കാന, സ്വാര, അസ്ബഹ, അംസ, വല്ല, ബാറ്റ, അൽഹ, ലൈസ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി മറക്കുവോ? മറക്കരുത് കേട്ടോ. നമുക്ക് എന്താണ് ഇവരെ എന്തിനാണ് നമ്മൾ പഠിക്കണേ? എന്തിനാ പഠിക്കുന്നേ? യെസ്, ഇവരുടെ എന്താ പറയാ കാന അഹ്വാത്ത് ജുംലത്തുൽ ഇസ്മിയയുടെ മുൻപിലാണ് എന്ത് ചെയ്യാ വരിക. അപ്പോ ഈ കാനക്ക് ശേഷം വരുന്ന ആദ്യത്തെ പദം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താണ് പറയാ, കാനയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ആ ഇസ്മിനെ നമ്മൾ ഇസ്മു കാനാന്നും രണ്ടാമത്തെ ഇസ്മിനെ ഖബർ കാനാന്നും പറയും. ഓക്കെ, അത് നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? അതായത് ആദ്യത്തെ ഇസ്മിനെ ഇസ്മു കാനാന്നും രണ്ടാമത്തെ ഇസ്മിനെ നമ്മൾ ഖബറു കാനാന്നും പറയും. ഓക്കെ, അതായത് കാന, ഇവിടെ എക്സാമ്പിൾ ഉണ്ടാവുമല്ലോ. കാന എവിടെ പോയി? കാന ഇവിടെ കണ്ടോ നിങ്ങള്? കാന ഉമറു ഷുജാൻ. കണ്ടോ? കാന ഉമറു ഷുജാൻ. ഇതിലെ ആദ്യത്തെ പദത്തിന് നമ്മൾ ഇസ്മു കാനാന്നും രണ്ടാമത്തെ പദത്തിന് നമ്മൾ ഖബറു കാനാന്നുമാണ് പറയാ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ കാനയോ സ്വാറയോ അസ്ബഹയോ അൽഹയോ വല്ലയോ ഒക്കെ ഇതേപോലെ ഇസ്മിന്റെ മുന്നിൽ വന്നാൽ, ഇതേപോലെയുള്ള ഇസ്മിന്റെ മുന്നിൽ വന്നാൽ ആ ഇസ്മിന് അതിനുശേഷം വരുന്ന ഫസ്റ്റത്തെ ഇസ്മിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ കാനയാണ് കൊടുത്തത്, അതല്ലെങ്കിൽ സ്വാറയാണ് വന്നത്, അതല്ലെങ്കിൽ ലൈസയാണ് വന്നത് എന്നെടുക്കട്ടെ. അപ്പൊ ഫസ്റ്റത്തെ ലെറ്ററിന്, ആദ്യത്തെ വേർഡിന് അവസാനം നമ്മൾ ലൊമ്മ് കൊടുക്കണം. കണ്ടോ? ആദ്യത്തെ വേർഡിന്റെ അവസാനം ലൊമ്മും രണ്ടാമത്തെ വേർഡിന്റെ അവസാനം നമ്മൾ തെൻവീൻ ഫതഹയ പ്ലസ് അലിഫും കൊടുക്കണം. കണ്ടോ? തെൻവീൻ ഫതഹ പ്ലസ് അലിഫും. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കാന ഉമറു എന്നാണ് കൊടുത്തത്. കണ്ടോ നിങ്ങളെ? കാന ഉമറു. കണ്ടോ? കാന ഉമറു. ആദ്യത്തേന് ശേഷം നമ്മൾ ആദ്യത്തെ കാനന്റെ ശേഷം വരുന്ന ഫസ്റ്റ് വേർഡിന് നമ്മൾ ലൊമ്മ് കൊടുക്കണം അവസാനം, അല്ലെ? അപ്പൊ അതേ കാന ഉമറു. ഇനി രണ്ടാമത്തെ വേർഡിന് നമ്മൾ എന്ത് കൊടുക്കണം? തെൻവീൻ ഫതഹ പ്ലസ് അലിഫ്. ഇതാ കണ്ടോ? ഷുജാഅൻ. തെൻവീൻ ഫതഹ അല്ലേ? ബാരിദൻ. കണ്ടോ? മരീലത്തൻ. കണ്ടോ? അപ്പോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോ കാനയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഇസ്മിന് ലൊമ്മും രണ്ടാമത്തെ ഇസ്മിന് നമ്മള് തെൻവീൻ ഫതഹ പ്ലസ് അലിഫും കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? തെൻവീൻ ഫതഹ നിർബന്ധമാണ്. അപ്പൊ ഇതായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. അപ്പൊ എല്ലാ മക്കളും ഇത് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവാ. ഇനി ഇന്ന വഹ്വാത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ബാക്ക് അടിച്ചിട്ട് കാണണം കേട്ടോ. ഉറപ്പായിട്ട് ക്വസ്റ്റ്യനിൽ വരുന്ന പോർഷൻ ആണ്. പിന്നെ നോക്കിയേ, ഇന്ന വഹ്വാത്ത്. ഇന്ന കാനേന്റെ അതേപോലെയുള്ള വേറൊരു കുടുംബമാണ് ഇന്ന. ഓക്കെ, കാനക്ക് കുറെ സഹോദരന്മാരെ നമ്മൾ പഠിച്ചു. ഇനി ഇന്നന്റെ കുറച്ച് സഹോദരന്മാരെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കാനയും ഇന്നയും രണ്ടും വേറെ വേറെ കുടുംബങ്ങളാണ്, പക്ഷെ അവർക്ക് രണ്ടാൾക്കും സഹോദരന്മാരുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇന്ന, ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലാല. ഏതൊക്കെയാണ്? ഇന്ന, ക അന്ന. ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലാല. എന്നോട്ട് പറഞ്ഞു നോക്കിയേ, ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലാല. എത്ര എണ്ണം ഉണ്ട്? 6 സഹോദരന്മാരുണ്ട്, അല്ലെ? അപ്പൊ ഇവരെ പ്രത്യേകത എന്താണ്? ഇവരെ പ്രത്യേകത പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ പഠിച്ചാൽ മതി. ഇന്ന ഉമറ ഖലീഫത്തുൻ. കണ്ടോ? ഇന്നയ്ക്ക് ശേഷം വരുന്ന, അതല്ലെങ്കിൽ അന്നയ്ക്ക് ശേഷം വരുന്ന, അതല്ലെങ്കിൽ ക അന്നയ്ക്ക് ശേഷം വരുന്ന, അതുമല്ലെങ്കിൽ പിന്നെ ലൈത്തക്കും ലാക്കില്ലക്കും ഒക്കെ ശേഷം വരുന്ന, ലാക്കില്ല ഇതിനൊക്കെ ശേഷം വരുന്ന ആദ്യത്തെ വേർഡിന് നമ്മൾ ഫതഹും രണ്ടാമത്തെ വേർഡിന്, ആദ്യത്തെ വേർഡിന് എന്താ കൊടുക്കുക? ഫതഹ ആണ് കൊടുക്കുക കേട്ടോ. അതാണ് ഇപ്പൊ മാം ഇവിടെ കൊടുത്തത്. ഇനി രണ്ടാമത്തെ വേർഡിന് നമ്മൾ എന്താ കൊടുക്കുക? തെൻവീൻ വൊമ്മയാണ് കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ വേർഡിന് തെൻവീൻ വൊമ്മയുമാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പം ഇന്നയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ വേർഡിന് ഫതഹും രണ്ടാമത്തെ വേർഡിന് നമ്മൾ തെൻവീൻ വൊമ്മയാണ് കൊടുക്കുക. ക്ലിയർ ആണല്ലോ?
കാനയ്ക്ക് ശേഷം വരുന്നത് എങ്ങനെയായിരുന്നു? ആദ്യത്തെ വേർഡിന് ലൊമ്മും രണ്ടാമത്തെ വേർഡിന് തെൻവീൻ ഫത്തഹയും. ഇന്നയ്ക്ക് ശേഷം വരുന്നത് ആദ്യത്തെ വേർഡിന് ഫത്തഹയും രണ്ടാമത്തെ വേർഡിന് തെൻവീൻ ലൊമ്മയും. നേരെ തിരിച്ച് കാനേന്റെ നേരെ തിരിച്ചാണ് ഇന്നയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ക്ലിയർ ആണല്ലോ മക്കളെ? ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. യെസ്. ഇനി നോക്കിയേ, മുലാഫ് ഇലൈഹിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ട് മാം പറഞ്ഞുതരാം. അതായത് രണ്ട് ഇസ്മുകളെ നമ്മള് പരസ്പരം ഇങ്ങനെ ചേർത്ത് വെക്കാണ്. ഓക്കെ. ഇപ്പൊ ബൈത്തു മുഹമ്മദിൻ അല്ലെ, ബൈത്ത് ഇസ്മാണ്, മുഹമ്മദും ഇസ്മാണ്. അപ്പൊ അതേപോലെയുള്ള രണ്ട് ഇസ്മുകളെ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ അതിൽ ആദ്യത്തെ ഇസ്മിനെ നമ്മൾ മുലാഫ് എന്ന് പറയും. ഓക്കെ. ഇപ്പൊ ബൈത്തു മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദിന്റെ വീട് അല്ലെ. അപ്പോ അവിടെ ആദ്യത്തെ ഇസ്മിനെ നമ്മൾ മുലാഫ് എന്നും രണ്ടാമത്തെ ഇസ്മിനെ നമ്മൾ മുലാഫ് ഇലൈഹി എന്നും പറയും. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അലിഫ്ലാമോ അല്ലെങ്കിൽ ഇവിടെ ബൈത്തുദ്ദാരിസി കണ്ടോ, ബൈത്തുദ്ദാരിസി കണ്ടോ, വിദ്യാർത്ഥിയുടെ വീട്. ഇവിടെ നോക്കിയേ, അലിഫ്ലാമോ തെൻവീൻ എന്നിവ ഏത് പദത്തിന്, അതായത് ബൈത്ത് എന്നതാണ് മുലാഫായി വരുന്നത് അല്ലെ. ബൈത്താണ് മുലാഫ് ഇലൈഹി ഏതാണ്? ദാരിസ്. എന്നാൽ മുലാഫ് ഇലൈഹിക്ക് അലിഫ്ലാം ഉണ്ടാവും, മുലാഫിന് അലിഫ്ലാം ഉണ്ടാവില്ല. ഓക്കെ. മുലാഫിന് എന്തുണ്ടാവില്ല? അലിഫ്ലാം ഉണ്ടാവില്ല. മുലാഫ് ഇലൈഹിക്ക് അലിഫ്ലാം ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഒരിക്കലും മുലാഫിന് അലിഫ്ലാം വരൂല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റത്തെ വേർഡാണ് മക്കളെ മുലാഫ് എന്ന് പറയുന്നത്. ഓക്കെ. മുലാഫ് ദാ മാം ഇവിടെ എഴുതുന്നുണ്ട്. ഇതിന് നമ്മൾ അലിഫ്ലാം കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ മുലാഫ് ഇലൈഹിക്ക് നമ്മളിത് ഇവിടെ അലിഫ്ലാം കണ്ടിട്ടുണ്ട് അല്ലെ. അതങ്ങനെ വരികയും വരാതിരിക്കുകയും ഒക്കെ ചെയ്യും മുലാഫ് ഇലൈഹിക്ക്. ഓക്കെ. അപ്പൊ അത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ വേർഡെയാണ് നമ്മൾ മുലാഫ് എന്നും രണ്ടാമത്തെ വേർഡിനെ നമ്മൾ മുലാഫ് ഇലൈഹി എന്നും പറയും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഒരു പദത്തില് നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്ക്. എന്താ പറയാ, അൽ ബുസ്താനു, ബുസ്താനു അങ്ങനല്ല, ബാബുൽ മസ്ജിദി അല്ലെ. ബാബുൽ മസ്ജിദി എങ്ങനെ വരിക? പള്ളിയുടെ വാതിൽ, ബാബുൽ മസ്ജിദി. അപ്പൊ ഇതിൽ ഏതാ മുലാഫ്? രണ്ടും ഇസ്മാണ്. അപ്പൊ ഫസ്റ്റത്തെ ഇസ്മിനെ നമ്മള് മുലാഫ് എന്നും രണ്ടാമത്തെ ഇസ്മിനെ നമ്മള് മുലാഫ് ഇലൈഹി എന്നും പറയും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുക എങ്ങനെയാണ്? ഒരു സെന്റൻസ് തന്നിട്ട് നമ്മളോട് പറയും ഫിനാ ഉൽ മദ്രസത്തി, മദ്രസയുടെ മുറ്റം അല്ലെ. അപ്പൊ നമ്മൾ അതിലേതാണ് മുലാഫ് ഇലൈഹി എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാ? ഏതാ ചോദിക്കുക? മുലാഫ് ഇലൈഹി. അപ്പൊ നമ്മൾ ആദ്യം ആലോചിക്കണം, മുലാഫ് ഇലൈഹി എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, രണ്ടാമത്തതാണ്. അപ്പം ഫിനാ ഉൽ മദ്രസത്തി, അപ്പൊ അതിൽ രണ്ടാമത്തെ വേർഡ് മദ്രസത്താണ്. അപ്പൊ അൽ മദ്രസത്തിയാണ് മുലാഫ് ഇലൈഹി. മനസ്സിലായോ? പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കാം, അലിഫ്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് മുലാഫ് ഇലൈഹി, അലിഫ്ലാം വന്നിട്ടില്ലാത്തതാണ് മുലാഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ. അപ്പൊ മുലാഫ് ഇലൈഹി ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഇനി അടുത്തത് നഅത്ത് മൻഊത്താണ്. ഓക്കെ. നഅത്ത് മൻഊത്ത്. ഓക്കെ. അപ്പൊ എന്താണ് നഅത്ത്, എന്താണ് മൻഊത്ത്? നോക്കിയേ, ഒരു വാചകത്തിന് തൊട്ട് മുൻപുള്ള ഇസ്മിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മാണ് നഅത്ത്. ഒരു വാചകത്തിന് തൊട്ടു മുൻപുള്ള പദത്തിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മാണ് നഅത്ത്. അതായത് എന്താ പറയാ, അതിന് ശേഷം വരുന്ന, അതായത് അതിന് മുമ്പ് വരുന്ന ഇസ്മിനെ നമ്മൾ മൻഊത്ത് എന്നും പറയും. ഇവിടെ നോക്കിയേ, മൻഊത്തായിട്ട് വരുന്ന ഇസ്മിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നഅത്തിനെ നമ്മൾ എല്ലാ കാര്യത്തിലും ഏതുണ്ടാവും? ഇറാബ്, അതായത് അലിഫ്ലാം ഉണ്ടാവും, മുഫ്രദ് ഉണ്ടാവും, മുസന്ന ഉണ്ടാവും, ജംഅ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പൊ മാം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോ നഅത്തിനെ ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആക്കി പറഞ്ഞുതരാണെങ്കിൽ, ഇപ്പോ മാം ക്ലാസ് എടുക്കുന്ന മാം അതിസുന്ദരിയാണ് അല്ലേ. എന്താ പറയാ, എന്താണ്? മാം ആയിട്ടുള്ള ഞാൻ അതിസുന്ദരിയാണ് അല്ലെ. അപ്പൊ അതില് നഅത്ത് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഏതാണ്? അതിസുന്ദരി എന്നുള്ളതാണ് നാഅത്ത്. മൻഊത്ത് ഏതാണ്? ഞാനാണ്. മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒരു മുദക്കറോ ഒരു മുഅന്നസോ ആയിട്ടുള്ള പദമാണ് എന്താ വരിക? മൻഊത്തായിട്ട് വരിക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്താ പറയാ, എല്ലാ ഒരു എന്താ പറയാ, നമ്മള് ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുന്നതാണ് അത് ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഒരു വസ്തുവിനെ ഇപ്പൊ മാമിനെ വിശേഷിപ്പിച്ചതാണ്, അതാണ് നാഅത്ത് മൻഊത്ത്. അതല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മളെ ഫ്രണ്ടിനെ വിശേഷിപ്പിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തെ വിശേഷിപ്പിക്കുകയാണ്, അതാണ് നാഅത്ത് മൻഊത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി, വളരെ സിമ്പിളാക്കി പഠിക്കുക. അതായത് ഒരു വസ്തുവിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് നാഅത്ത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ജമീലുൻ, ഇതിലുള്ള ജമീലുൻ എന്നുള്ളത് നാഅത്താണ്. അപ്പൊ ഞാൻ അതിസുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സുന്ദരി എന്നുള്ള പദം, ജമീലത്തുൻ എന്നുള്ള പദമാണ് നാഅത്ത്. ഓക്കെ, ആരെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, എന്തിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അതാണ് മൻഊത്ത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഓക്കെ ആണല്ലോ? അങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് മൻഊത്ത്. അപ്പൊ എങ്ങനെയാണോ വിശേഷിപ്പിക്കുന്നത്, ഭംഗിയിലാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിലാണോ, അതാണ് നാഅത്ത്. ഓക്കെ, ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയാണ്, കലമുൻ ജദീദുൻ, പുതിയ പേന, അല്ലെ? കലമുൻ ജദീദുൻ. ഈ നാഅത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നാഅത്ത് എങ്ങനെയാണോ അതേപോലെയാണ് മൻഊത്ത് വരിക. നാഅത്തിന് ലൊമ്മാണെങ്കിൽ മൻഊത്തിനും ലൊമ്മായിരിക്കും. നാഅത്തിന് കെസറാണെങ്കിൽ മൻഊത്തിനും കെസറായിരിക്കും. നാഅത്തിന് എന്താ പറയാ, തൻവീൻ ലൊമ്മയാണെങ്കിൽ മൻഊത്തിനും തൻവീൻ ലൊമ്മയായിരിക്കും. അപ്പൊ അതെങ്ങനെയാണോ വരുന്നത് അത് അതേ രീതിയിൽ തന്നെയാണ് ഇങ്ങോട്ടേക്കും തിരിച്ചു വരിക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നോക്കിയേ, അതത് മഅദൂദ്. ഇനി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതത് മഅദൂദ്, അല്ലെ? അതത് മഅദൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണവും എണ്ണപ്പെട്ട വസ്തുവും, അല്ലെ? എണ്ണപ്പെട്ട വസ്തുവും എണ്ണവും. അതത് എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. നമ്മളിപ്പോ 1 2 3 4 5 അങ്ങനെ ചൊല്ലൂലേ, അതിനെയാണ് എണ്ണത്തെയാണ് നമ്മൾ അതത് എന്ന് പറയാം. എന്നാൽ മഅദൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണപ്പെട്ട വസ്തുവിനെയാണ് നമ്മൾ മഅദൂദ് എന്ന് പറയാം. വലതുൻ വാഹിദുൻ, ഒരു ആൺകുട്ടി, അല്ലെ? വലതുൻ വാഹിദുൻ, ഒരു ആൺകുട്ടി. അപ്പൊ ഇതില് അതത് ഏതാണ്? അതത് എണ്ണം ഏതാണ്? ഇതാണ് അതത്, അല്ലെ? ഇതിനെയാണ് നമ്മൾ അതത് എന്ന് പറയാ. വാഹിദുൻ, സോറി, വലതല്ല, വാഹിദാണ് അതത് എന്ന് പറയാ. ഇതിനെ നമ്മൾ എന്താ പറയാ? മഅദൂദ് എന്നാ പറയാ. അപ്പൊ അവിടെ എണ്ണിയത് ആരെയാണ്? വലതിനെയാണ്, ആൺകുട്ടിയെയാണ് എണ്ണിയത്, അതാണ് മഅദൂദ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ വലതുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വലതുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഅദൂദാണ്. വാഹിദ് എന്ന് പറഞ്ഞാൽ അതതാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ ഇതിൽ പഠിക്കേണ്ട എന്താണെന്നറിയോ? ഒന്നിനും രണ്ടിനും, വാഹിദിനും ഇസ്നാനിക്കും ഒരേ നിയമമാണ്. അതായത് എണ്ണം നമ്മളിപ്പോ എന്താ പറയാ, വലതുൻ വാഹിദുൻ, അല്ലെ? വലതുൻ വാഹിദുൻ. ഇനി രണ്ടെണ്ണത്തിന് എന്താ പറയാ? വലദാനി ഇസ്നാനി. അതൊക്കെ ക്ലിയർ ആണല്ലോ? എണ്ണവും അതേപോലെ പറയും, എണ്ണപ്പെട്ട വസ്തുവിനെയും അതേപോലെ പറയും. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ എന്താ പറയാ, ഇനി ഒരു പെൺകുട്ടീനെ വെച്ച് പറയുമ്പോ എങ്ങനെയാണ്? ബിന്തുൻ വാഹിദത്തുൻ. ആ ബിന്തിനെ നമ്മൾ എങ്ങനെയാണോ പറഞ്ഞത്, താ കൂട്ടിണെങ്കിൽ ഇവിടെയും താ കൂട്ടി കൊടുക്കുക. പിന്നെ അത് എണ്ണത്തിന് താ ഉണ്ടെങ്കിൽ എണ്ണപ്പെട്ട വസ്തുവിനും താട്ട് കൊടുക്കുക. ഒക്കെ സിമ്പിൾ ആക്കുക. ബിന്താനി ഇസ്നത്താനി. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒന്നിനും രണ്ടിനും ഒരേപോലെ, വലതുൻ വാഹിദുൻ, വലദാനി ഇസ്നാനി, ബിന്തുൻ വാഹിദത്തുൻ, ബിന്താനി ഇസ്നത്താനി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കേണ്ടത് 3 മുതൽ 10 വരെയുള്ളതിനെ എണ്ണപ്പെട്ട വസ്തു ഇല്ലേ, അതായത് ഇപ്പോ പേനയാണെങ്കിൽ അതിനെ നമ്മൾ ജംഅ ആക്കണം. അതിനെ നമ്മൾ എന്താക്കണം? ജംഅ ആക്കിയിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ജംഅ ആക്കണം പ്ലസ് കെസർ ആക്കണം. 3 മുതൽ അങ്ങോട്ട് നമ്മൾ എന്താക്കണം? ജംഉ ആക്കണം, കെസറു ആക്കണം. കെസർ. ഓക്കെ, ജംഉ ആക്കണം, കെസറു ആക്കണം. അപ്പൊ അവിടെ നോക്കിയേ, സലാസത്തു ഔലാദിൻ. കണ്ടോ? ഔലാദ്, വലത് എന്നുള്ളതിന്റെ ജംഅ എന്താണ്? ഔലാദാണ്, അല്ലെ? അപ്പോ കലം എന്നുള്ളതിന്റെ ജംഅ എന്താണ്? അക്ലാമാണ്. അപ്പൊ സലാസത്തു അക്ലാമിൻ. മനസ്സിലായോ?
അപ്പൊ ആ രീതിയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യാ എഴുതുക. ഇനി വേറൊന്നും കൂടെ ഉണ്ട്. ഇവിടെ സ്ത്രീലിംഗല്ലേ വന്നത്, എണ്ണത്തെ നമ്മൾ ഇവിടെ സ്ത്രീലിംഗത്തിലല്ലേ വന്നത്, അതുകൊണ്ട് ഇത് പുല്ലിംഗായി. മനസ്സിലായോ? എണ്ണം നമ്മൾ എന്ത് ചെയ്യണം, പുല്ലിംഗമാക്കണമെങ്കിൽ ഇവിടെ മാം എഴുതി കാണിച്ചു തരാം. ഇത് കണ്ടോ, മഅദൂദ് മുഅന്നസ്. മഅദൂദ് പറഞ്ഞാൽ എണ്ണപ്പെട്ട വസ്തു. പേന മുഅന്നസ് ആണെങ്കിൽ എണ്ണം, 3 എണ്ണം 3 4 എണ്ണം എന്നുള്ളതിനെ നമ്മൾ മുദക്കറാക്കണം, ഓപ്പോസിറ്റ് ആക്കണം. മനസ്സിലായോ? അപ്പൊ അതൊന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, അദദ് എന്ന് പറഞ്ഞാൽ എന്താണ്, എണ്ണമാണ്. മഅദൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ ആക്കി തരാം കേട്ടോ. മഅദൂദ് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട വസ്തുവാണ്. എണ്ണപ്പെട്ട വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പേനയാകാം, എന്തെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ അദദിനെ നമ്മൾ എന്ത് ചെയ്യണം, മഅദൂദിനെ നമ്മൾ എന്ത് ചെയ്യണം, ജം ആക്കണം. പിന്നെന്ത് ചെയ്യണം, കെസ്ർ ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നാല് അദദ് എന്ത് ചെയ്യണം, നേരെ അദദ് മുഅന്നസ് ആണെങ്കിൽ എന്തായിരിക്കും, അദദ് മുഅന്നസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, മുദക്കറായിരിക്കും, അതായത് പുല്ലിംഗമായിരിക്കും. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ആണ് നേരെ ഉണ്ടാവുക. അതായത് സലാസത്തു ഔലാദിൻ, എണ്ണം എന്താണ് മുഅന്നസ് ആണെങ്കിൽ എണ്ണപ്പെട്ട വസ്തു എന്തായിരിക്കും, മുദക്കറായിരിക്കും, പുല്ലിംഗായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ സലാസു ബനാത്തിൻ. കണ്ടോ, ഇവിടെ എന്താ പറയാ, എണ്ണം എന്താ, ഇവിടെ എണ്ണം പുല്ലിംഗമാണ്. എന്നാൽ എണ്ണപ്പെട്ട വസ്തു ബനാത്ത് എന്ന് പറഞ്ഞ സ്ത്രീകളല്ലേ, അപ്പൊ സ്ത്രീകളാവുമ്പം അതെന്തായി, സ്ത്രീലിംഗായി. കണ്ടോ, അപ്പൊ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. ഓക്കെ, അത് മാത്രം നോക്കിയാൽ മതി. 3 മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് എങ്ങനെയുള്ളത്, അത് എണ്ണം പുല്ലിംഗമാണെങ്കിൽ എണ്ണപ്പെട്ട വസ്തു സ്ത്രീലിംഗമായിരിക്കും, എണ്ണം സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണപ്പെട്ട വസ്തു പുല്ലിംഗമായിരിക്കും. ഓക്കെ, അതേപോലെ എണ്ണപ്പെട്ട വസ്തുവിനെ നമ്മള്, അതായത് മഅദൂദിനെ നമ്മള് കെസ്റും കൊടുക്കണം, തൻവീൻ കെസ്റയും കൊടുക്കണം, അതേപോലെ ജംഉം ആക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ. അതായത് 1ഉം 2ഉം ഒരേപോലെയുള്ള നിയമമാണ്. 1നെ 2നെയും ഒരേപോലെയുള്ള, അതായത് മഅദൂദ് പുല്ലിംഗമാണെങ്കിൽ എണ്ണവും പുല്ലിംഗമായിരിക്കും, അദദ് സ്ത്രീലിംഗമാണെങ്കിൽ മഅദൂദ് സ്ത്രീലിംഗമായിരിക്കും, ഒരേപോലെ. ഓക്കെ, ഇനി 3 മുതൽ അങ്ങോട്ടാണെങ്കിൽ മഅദൂദ് പുല്ലിംഗമാണെങ്കിൽ എണ്ണപ്പെട്ട വസ്തു എണ്ണം അദദ് സ്ത്രീലിംഗമായിരിക്കും, അദദ് പുല്ലിംഗമാണെങ്കിൽ മഅദൂദ് സ്ത്രീലിംഗമായിരിക്കും. അപ്പൊ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. അതേപോലെ മഅദൂദിനെ നമ്മൾ എന്ത് ചെയ്യണം, ജംഉം ആക്കണം, കെസ്റും കൊടുക്കണം, വേറൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി നോക്കിയേ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മാം കൊടുത്തത്, അതിന്റെ ആൻസേഴ്സും മാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ മക്കളെ, മാഹിയ അവ്വലു സ്വഹീഫത്തുൽ അറബിയ നുഷിറത്ത് മിനൽ ഖാഹിറ. കെയ്റോയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ അറബിക് പത്രം ഏതാണ്? അൽ വഖാഇഉൽ മിസ്രിയ. നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഇതൊക്കെ പഠിച്ചിട്ട് പോണേ. USS എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഐന ഒലിദ അബുൽ കലാം ആസാദ്. എവിടെ ജനിച്ചത്? മക്കത്തിൽ മുക്കറമ. മാതാ സമ്മ മഹാത്മാഗാന്ധി അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിനെ എന്താ വിളിച്ചത്? ഇംബ്രാത്തൂറു തഅലീം. അടുത്തത് ഐ റിവായത്തിൻ നാലത്ത് ജുഹ അൽ ഖാരിജി ബിജായിസത്തി മാൻബൂക്കർ അൽ ആലമിയ. മാൻബൂക്കർ പുരസ്കാരം ജുഹയ്ക്ക് ഏത് വിഷയത്തിലാ കിട്ടിയത്? ഏത് റിവായത്തിലാണ് കിട്ടിയത്? സയ്യിദാത്തുൽ ഖമർ എന്ന റിവായത്തിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇസ്മുൽ ആഖർ അൽ ലുഗത്തുൽ അറബിയ. എന്താണ് ഇസ്മുൽ ആഖർ? എന്താണ് ലുഗത്തുൽ വാദ്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ലുഗത്തുൽ വാദ്. മൻ ഹുവ യുറഫു ബി റജുലു സാറൂഹുൽ ഹിന്ദ്. ഇന്ത്യന്റെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൽ കലാം. പിന്നെ മാ ഹുവ ഇസ്മുൽ ഖദീമത്തു മദീന. മദീനയുടെ പഴയ പേരെന്താണ്? യസ്രിബ് അല്ലെ, യസ്രിബ്. പിന്നെ കാന സ്റ്റീഫൻ ഹോക്കിംഗ് ബാരി അൻ ഫി എൽമി ഡേഷ്. എന്തിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തിളങ്ങി നിന്നത്? ഫിസിക്സിലാണ് അല്ലെ. പിന്നെ ഐന ഉലിദ് ജുഹ അൽ ഖാരിജി. ജുഹ ഖാരിജി എവിടെ ജനിച്ചത്? ഒമാനിലാണ് ജനിച്ചിട്ടുള്ളത്. മൻ ഇഖ്തറ അൽ മിസ്ബാഹുൽ കഹ്റബായി. ആരാണ് ബൾബ് കണ്ടുപിടിച്ചിട്ടുള്ളത്? തോമസ് അൽഫ എഡിസൺ അല്ലെ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? മൻ ഹുവ മുഅല്ലഫു കിതാബുൽ ഉമ്മ്. കിതാബുൽ ഉമ്മിന്റെ ഓദർ ആരാണ്? ഇമാം
ഷാഫി. ഇതൊക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ മക്കളെ. പിന്നെ ഐന ഉലിദ അഹ്മദ് ഷൗക്കി. അഹ്മദ് ഷൗക്കി എവിടെ ജനിച്ചത്? കെയ്റോയിലാണ് അല്ലെ, അൽ ഖാഹിറ. മത്താ ഉലിദ അഹ്മദ് ഷൗക്കി. അഹ്മദ് ഷൗക്കി എപ്പോഴാണ് ജനിച്ചത്? 1878 അല്ലെ. പിന്നെ മാ ലഖബ് അഹ്മദ് ഷൗക്കി. അഹ്മദ് ഷൗക്കിന്റെ വിളിപ്പേര് എന്താണ്? അമീറു ഷുഅറാ എന്നാണ് അഹ്മദ് ഷൗക്കി അറിയപ്പെട്ടത് അല്ലെ. ഇതൊക്കെ പഠിക്കണേ. അമീറു ഷുഅറാ ആണ് അഹ്മദ് ഷൗക്കി. മത്താ തൂഫി അഹമ്മദ് ഷൗക്കി. അഹമ്മദ് ഷൗക്കിന് എപ്പോഴാണ് മരിച്ചത്? യെസ്, 1932 അല്ലെ. അതേ വർഷത്തിലാണ് നമ്മളെ ആര് മരിച്ചത്? ഹാഫിൽ ഇബ്രാഹിമും മരിച്ചത് 1932. മത്താ ഉലിദ സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് എപ്പോഴാണ് ജനിച്ചിട്ടുള്ളത്? 1942 അല്ലെ. ഐന ഉലിദ സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് എവിടെയാണ് ജനിച്ചത്? മദീനത്തു ഓക്സ്ഫോർഡ്. അപ്പൊ മക്കളെ കുറേ ക്വസ്റ്റ്യൻസ് ഇതേപോലെയുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച് വെള്ളം പോലെ തറോ ആക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. അവ്വൽ വസീറത്തു തർബിയത്തു വതഅലീമുൽ ഹിന്ദിൽ മുസ്തഖില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ളത് ആരാണ്? അബുൽ കലാം ആസാദ് ആണ് അല്ലെ. മൻ യുറഫു ബി ഷാഇറിൻ നെയിൽ. ആരാണ് ഷാഇറിൻ നെയിൽ എന്നറിയപ്പെടുന്നത്? ഹാഫിൽ ഇബ്രാഹിം. ഉറപ്പായിട്ട് ചോദിക്കൂട്ടോ. ഐന ഉലിദ ഹാഫിൽ ഇബ്രാഹിം? മിസറിലാണ് അല്ലെ. പിന്നെ ഫി അയ്യ മജാൽ നാലത്ത് മലാല യൂസുഫ് സായി ജായിസത്ത് നോബേൽ. മലാല യൂസുഫ് സായിക്ക് ജായിസത്തു നോബേൽ കിട്ടിയത് ഏത് വർഷമാണ്? ഏത് വിഷയത്തിലാണ്? ലിസ്സലാം. എന്തിലാണ്? സമാധാനത്തിലാണ് അല്ലെ. മൻ ലുഖബി ബി സാഹിബ്. സാഹിബ് എന്ന് വിളിപ്പേരുള്ള ആളാരാ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലെ. യെസ്. ഐന യക്കഉ അബൂ ലബി. അബൂ ലബി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഫി ഇമാറത്തുൽ അറബിയ അൽ മുത്തഹിദ. മൻ അസ്സസ ജാമിയത്തു കാലിക്കറ്റ്. ആരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്? ആരാണ്? നമ്മുടെ CH മുഹമ്മദ് കോയ അല്ലെ. യെസ്. ഇനി അടുത്തത്. ഐ മുഖാത്തഅത്തിൻ ഫി കേരള തുഅറഫു ബി മജ്മഉൽ ലുഗാത്ത് സബഅ. 7 ഭാഷകൾ കൂടിയിട്ടുള്ള എന്താ പറയാ, ഇത് എവിടെയാ ഉള്ളത് എന്നാണ്? ഏത് ജില്ലയിലാണുള്ളത്? കാസർഗോഡ് അല്ലെ. കാസർഗോഡിലാണ്. മൻഹിയ അവൽ ഷഖ്സിയത്തുൽ അറബിയ ഫാസത്ത് ബി ജായിസത്തി മാൻബൂക്കർ അൽ ആലമിയ. മാൻബൂക്കർ പുരസ്കാരം കിട്ടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ജൂഹ അൽ ഖാരിജിയാണ് അല്ലെ. പിന്നെ മാ ഹുവ ഹൈവാനുൽ വത്വനിയ ലിൽ ഹിന്ദ്. ഇന്ത്യന്റെ എന്താ പറയാ ദേശീയ മൃഗം ഏതാണ്? ബബ്രാണ് അല്ലെ, അതായത് കടുവ. ഓക്കെ, യെസ്. അപ്പൊ നെക്സ്റ്റ് എന്താണ്? ഇനി നിങ്ങൾ കുറച്ച് അദവാത്തുൽ ഇസ്തിഫ്ഹാം പഠിക്കണം. ഏതൊക്കെയാ അദവാത്തുൽ ഇസ്തിഫ്ഹാം ഉള്ളത്? നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഏതൊക്കെയാണ്? മാദ, കൈഫ, മത്ത, മൻ, അയ്യ്, ഐന, കം, മിൻ ഐന, ഇല ഐന, ബിക്കം, ലിമൻ, ലിമ. ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ മാമിന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോണം കേട്ടോ. മാദ എന്ന് പറഞ്ഞാൽ എന്ത്, മത്ത എപ്പോൾ, മൻ ആര്, കൈഫ എങ്ങനെ, കം എത്ര, ഐന എവിടെ, ഹൽ ആണോ അല്ലെങ്കിൽ ഉണ്ടോ, ലിമ എന്തുകൊണ്ട്, ലിമ എന്തിന്, ബിമ എന്തുകൊണ്ട്, മിൻ ഐന എവിടെ നിന്ന്, ഇലാ ഐന എവിടേക്ക്, അയ്യ് ഏത്, ലിമൻ ആരോട് അല്ലെങ്കിൽ ആരുടെ, ബിക്കം എത്ര അല്ലെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോണം. കാരണം അത് എക്സാമിന് ചോദിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് നമ്മളോട് എന്താ പറയാ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട്. അപ്പൊ നോക്കൂ കുഞ്ഞുങ്ങളെ, ഡേഷ് ഇസ്മുക്ക. അവിടെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വേർഡാ ഉപയോഗിക്കുക? ഡേഷ് ഇസ്മുക്ക. മായാണ് അല്ലെ. മാ ഇസ്മുക്ക എന്നാണ് നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ മസ്മുക്ക എന്നാണ് നമ്മൾ ചോദിക്കുക. ഡേഷ് ഹാൽ ഉമ്മിക്ക എങ്ങനെ ചോദിക്കുക? ഡേഷ് ഹാൽ ഉമ്മിക്ക. എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിന്റെ ഉമ്മാന്റെ ഹാൽ ഉള്ളത്? അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കുക? കെയ്ഫയാണ് അല്ലെ. കെയ്ഫ ഹാൽ ഉമ്മിക്ക അല്ലെ. ഡേഷ് ഇസ്തറൈത ഹാദിഹിൽ ഹക്കീബ. ഡേഷ് ഇസ്തറൈത ഹാദിഹിൽ ഹക്കീബ എങ്ങനെ ചോദിക്കുക? യെസ്. ഇതിന് ഈ ബാഗിന് എത്ര രൂപയായി? എങ്ങനെ ചോദിക്കുക? ബിക്കം അല്ലെ. ബിക്കം ഇസ്തറൈത ഹാദിഹിൽ ഹക്കീബ. നീ വാങ്ങിയ ബാഗിന് എത്ര രൂപയാണ്? ഡേഷ് വസ്വൽത ഇലൽ ബൈത്തി. ഡേഷ് വസ്വൽത ഇങ്ങനെ അവിടെ എന്താ ചോദിക്കുക? നമ്മള് ഇവിടെ കണ്ട ആൻസേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡേഷ് വസ്വൽത്ത, നീ എപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത് എന്നാണ് അവിടെ ചോദിക്കേണ്ടത്. അപ്പൊ എപ്പോൾ എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? മത്ത അല്ലെ. മത്ത വസ്വൽത്ത.
ഇനി ഡേഷ് അസാഅത്തൽ ആൻ, ഡേഷ് അസാഅത്തൽ ആൻ അല്ലെ, ഇപ്പോ അൽ ആൻ. അപ്പൊ അവിടെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിക്കാം? ഇപ്പോൾ സമയം എത്രയായി. അപ്പൊ എത്ര എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ എന്താ പറയാ, വേർഡ് ഏതാണ്? ഇതാ ഇവിടെ കം, കം അസാഅത്തു അൽ ആൻ, ഇപ്പൊ എത്രയായി ടൈം. ഡേഷ് യൻസിലുൽ മത്തറ, ഈ മഴ എന്താണ്? ഡേഷ് യൻസിലുൽ മത്തറ, ഈ മഴ എന്താണ്? യൻസിലു പറഞ്ഞാൽ മഴ പെയ്തത് എവിടെ നിന്നാണ് അല്ലെ, മിൻ ഐന യൻസിലുൽ മത്തർ അല്ലെ, മിൻ ഐന യൻസിലുൽ മത്തർ, മഴ എവിടെ നിന്നാണ് വന്നത്? ഡേഷ് ഫി ബൈത്തിക്, ഡേഷ് ഫി ബൈത്തിക്, ആരാണ് നിന്റെ വീട്ടില്? ഡേഷ് ഫി ബൈത്തിക്, മൻ ഫി ബൈത്തിക്, നിന്റെ വീട്ടിൽ ആരാ ഉള്ളത് അല്ലെ. മത്താ ഫി ബൈത്തിക് ചോദിക്കോ, എപ്പോഴാണ് നിന്റെ വീട്ടിലുള്ളത് ചോദിക്കോ? ഇല്ല. അപ്പൊ ആരാണ് നിന്റെ വീട്ടിലുള്ളത് എന്നാണ് ചോദിക്കുക. ദെൻ ഡേഷ് മദ്രസത്തുക, മത്താ മദ്രസത്തുക ചോദിക്കോ? ഇല്ല. നിന്റെ വീട് അല്ല, നിന്റെ സ്കൂൾ എപ്പോഴാണ് ചോദിക്കോ? ഇല്ല. മാതാ മദ്രസത്തുക ചോദിക്കോ? നിന്റെ സ്കൂള് എന്താണെന്ന് ചോദിക്കോ? ഇല്ല. ഐന മദ്രസത്തുക, നിന്റെ സ്കൂൾ എവിടെയാണെന്നാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് ഇതിന്ന് മനസ്സിലായത് എന്താണ്? നമ്മൾ ഈ പഠിച്ചു വെച്ച ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ മീനിങ്ങുകൾ നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ കറക്റ്റ് എഴുതിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നോക്കൂ മക്കളെ, അൽഗാസ് ഉണ്ട്. അൽഗാസ് അല്ലെ, അൽഗാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കടങ്കഥകൾ അല്ലെ. അപ്പൊ നമുക്ക് ഈ കടങ്കഥകൾ ഒന്ന് പരിചയപ്പെടാം. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മാമിന്റെ കൂടെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. എക്സാമിന് വരുന്ന പോർഷൻ ആണ് കേട്ടോ. അപ്പൊ നോക്കി, ലീ റിജിലാനി, എനിക്ക് 2 കാലുകളുണ്ട്. അജ്ലിസു അലാ വജ്ഹിന്നാസ്, ഞാൻ ജനങ്ങളുടെ മുഖത്താണ് ഇരിക്കുന്നത്. ഉസായിദു അയുനിന്നാസ്, ഞാൻ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എന്താണ് അതിന്റെ ആൻസർ? എന്താ അതിന്റെ ആൻസർ? യെസ്, നമുക്കറിയാം കണ്ണടയാണ് അല്ലെ, നവ്വാറത്ത് ആണ് അല്ലെ. യെസ്. ഇനി നോക്കി, നെക്സ്റ്റ് വന്നിട്ട് ഇത് എവിടെ കണ്ടോ? ആൻസർ കറക്റ്റ് ആണ്, നവ്വാറത്ത്. ഇനി അടുത്തത്, അന റഫീഖുൽ ഇൻസാൻ, ഞാൻ മനുഷ്യരുടെ ഫ്രണ്ടാണ്. അത്തക്കല്ലമു ബിദൂനി ലിസാൻ, എനിക്ക് നാവില്ലാതെ സംസാരിക്കാൻ പറ്റും അല്ലെ, ഞാൻ നാവില്ലാതെ സംസാരിക്കും. അസ്മഉ ബിദൂനിൽ എന്താ പറയാ, ഉദൻ, ഞാൻ ചെവി ഇല്ലാതെ എന്ത് ചെയ്യും? കേൾക്കും. ഉഷാഹിദു ബിദൂനിൽ ഐൻ, ഞാൻ കണ്ണില്ലാതെ കാണും. അൽ ഇൻസാനു അല്ല, ഒഖരിബുൽ ബഈദ, ഉഖരിബുൽ ബഈദ, ദൂരെയുള്ള കാര്യങ്ങളെ അടുപ്പിച്ചു വെക്കും. ഉഖല്ലിലുൽ മുസാഫ, അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു വസ്തു എന്താണ്? അൽ ജവ്വാൽ, ഫോണാണ് അല്ലെ, ഫോണല്ലേ. യെസ്, അൽ ജവ്വാൽ ആണ് അല്ലെ. അടുത്തത്, മാ ഹുവ ഷൈഉൽ ലദീ തദ്ബഹു, ഇത് രണ്ടും നമ്മൾ പറഞ്ഞേ. ഇനി 3, മാ ഹുവ ഷൈഉൽ ലദീ തദ്ബഹു വ തബ്കി അലൈഹി, നമ്മളെ കരയും എന്താ പറയാ ചിരിപ്പിക്കുകയും അല്ല, ചിരിപ്പിക്കല്ല, എന്താ പറയാ, നമ്മളെ കരയിപ്പിക്കുന്ന വസ്തു ഏതാ? നമ്മൾ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് നമ്മൾ കരയുന്ന വസ്തു ഏതാണ്? ബസ്വല്, ഉള്ളിയല്ലേ. ഉള്ളി അരിഞ്ഞാൽ നമ്മൾ കരയൂലേടാ, കരയൂലേ? ആരാ ഉള്ളി അരിഞ്ഞിട്ട് കരയാത്തവരുള്ളത് അല്ലേ? അപ്പോ അതാണ് അതിന്റെ ആൻസർ. അടുത്തത്, ലഹു അസ്നാൻ ലാ യുംകിനുഹു അബദൻ അൻ യഗുല്ല ഫമാ ഹുവ, അല്ലെ, പല്ലുകളുണ്ട് എന്താണ്, പക്ഷെ എന്തില്ല, കടിക്കാൻ കഴിയൂല അല്ലെ. യെസ്, കടിക്കൂല. അപ്പൊ അതേതാ സംഭവം? യെസ്, അൽ മുഷ്താണ് അല്ലെ, അൽ മുഷ്ത്, ചീർപ്പ് അല്ലെ. പല്ലുകളുണ്ട് പക്ഷെ കടിക്കാൻ പറ്റൂല അല്ലെ. ഓക്കെ. ഇനി അടുത്തത്, ലൗനി അഹ്ലർ, എന്റെ എന്താ പറയാ ശരീരം അല്ലെങ്കിൽ എന്റെ കളറ് അഹ്ലറാണ്, അതായത് പച്ചയാണ്. പിന്നെന്താണ്? ജിസ്മി തൊവീലുൻ വനഹീഫുൻ, എന്റെ ശരീരം നീണ്ടതും മെലിഞ്ഞതുമാണ്. അന ഒനിയറ്റുൻ ബിൽ വിറ്റാമിനി, അത് വിറ്റാമിനിൽ ഞാൻ സമൃദ്ധി അടഞ്ഞതാണ്. അപ്പൊ ആരാണ് അവൻ? ബാമിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. യെസ്, ബാമിയാണ്, വെണ്ടയാണ് അല്ലെ. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ച് പോണം കേട്ടോ. അടുത്തത്, ജിസ്മി നഹീഫുൻ വ തൊവീലുൻ അന ഐനുൽ അഅമ, എന്റെ ശരീരം വളരെ മെലിഞ്ഞതും നീണ്ടതുമാണ്. ഞാൻ ആരുടെ കണ്ണാണ്? കാഴ്ചയില്ലാത്തവരുടെ കണ്ണാണ് ഞാൻ. അങ്ങനെ പറയുമ്പോ ആരാ? ആ ഊന്നുവടി ആയിരിക്കും, ഒക്കാസ് ആയിരിക്കും അല്ലെ. ആണോ? അല്ലേ? ആണോ? എന്റെ മുന്നേ ഞാൻ വേറെ ഏതോ ഞാൻ വിട്ടുപോയോ? അതാ കുറെ വിട്ടുപോയി അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ ഒക്കാസ് ആണ്. ഇനി എന്താ? ലൈസത്ത് ഷജറത്തുൻ, ഞാനൊരു മരമല്ല. റഗ്മ അന്നഹു യഹ്തവി അലൽ ഔറാഖി കസീറ, ധാരാളം പേപ്പറുകൾ എന്താ പറയാ, പേപ്പർ അല്ല, മാറിപ്പോയി, ഇലകൾ എന്നിലുണ്ട്, പക്ഷെ ഞാൻ ആരല്ല? ഒരു മരമല്ല. അതിന്റെ ആൻസർ എന്താണ്?
യെസ്, അൽ കിതാബ് ബുക്കാണ് അല്ലെ. പിന്നെ മാ ഹുവ ഷൈഉല്ലദി യംബളു ബിദൂനിൽ ഖൽബ്, ഹൃദയമില്ലാതെ മിടിക്കുന്ന വസ്തു ഏതാണ്? ഹൃദയമില്ലാതെ മിടിക്കുന്ന വസ്തു ഏതാ മക്കളെ? യെസ്, ഏതാണ്? വേഗം പറഞ്ഞു നോക്കിയേ. അസ്സഹാബ അല്ലെ, ആണോ? അസ്സഹാബയാണ് ഹൃദയമില്ലാതെ ഇടിക്കുന്നത്, ആണോ? നോക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. മാ ഹുവ ഷൈഉല്ലദി യംബളു ബിദൂനിൽ ഖൽബ് അല്ലെ, സഹാബ അല്ല. അതായത് അതിന്റെ ആൻസർ വരുന്നത് സമയമാണ്, അല്ലെങ്കിൽ വാച്ചാണ് അല്ലെ. വാച്ചിനാണ്. സഹാബ എന്ന് പറഞ്ഞാല് മേഘം എന്നല്ലേ. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു അതല്ലല്ലോ അതിന്റെ ആൻസർ എന്ന്. അപ്പൊ സാഅത്ത് വാച്ചാണ് അതിന്റെ ആൻസർ. വാച്ച് ഇങ്ങനെ കിടക്ക് 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 എന്നുള്ള ഓരോ സെക്കൻഡിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ശരി, അടുത്തത് ഏതാണ്? അന മർക്കബുൻ ലി ദൂലാബാനി കബീറാൻ, എനിക്ക് വലിയ ചക്രങ്ങളുണ്ട്, ഞാനൊരു വാഹനമാണ്. അപ്പൊ ദൂലാബാനി സൊഗീറാനി, ചെറിയ ചക്രങ്ങളുമുണ്ട്. അത്തഹറക്കുമിൻ മക്കാനിൻ ഇലാ മക്കാൻ, ഞാൻ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ചലിക്കും. ആരാത്? ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ. കുർസിയുൽ മുത്തഹരിക്ക, അതായത് വീൽ ചെയർ അല്ലെ. യെസ്. പിന്നെന്താണ് നെക്സ്റ്റ്? ഇത് നമ്മൾ പഠിച്ചു, ഇത് നമ്മൾ പറഞ്ഞു. അന ഉളൂവു ഫി ജിസ്മിക അതകവ്വനു മിൻ ഹർഫൈൻ, ഞാൻ 2 ഹർഫുകൾ ഉൾക്കൊള്ളുന്നതാണ്, നമ്മളെ ശരീരത്തിലെ ഒരു അളുവാണ്. അസ്തഖ്ദിമുലിൽ അക്ലി വശുർബി വൽ കിതാബ് വ കബലി വൽ മസ്, തൊടാനും പിടിക്കാനും എഴുതാനും കുടിക്കാനും ഒക്കെ എന്നെ എന്ത് ചെയ്യും? ഉപയോഗിക്കുന്നു. മൻ അന, ഞാൻ ആരാണ്? ആരാ? യെസ്, യദുൻ, കൈയാണ് അല്ലെ. എഴുതാനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കൈയാണെന്ന്. അടുത്തത് എന്താണ്? നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അന മുത്തകവ്വിനത്തുൻ മിൻ സലാസത്തി അഹ്റഫ്, ഞാൻ 3 ഹർഫുകൾ ഉള്ള ആളാണ്. ഉനീറു ദുനിയ നഹാറൻ വ ഉഈബു ലൈലൻ, പകല് ഞാൻ എന്ത് ചെയ്യും? നന്നായിട്ട് വെളിച്ചം നൽകും, രാത്രി ഞാൻ എന്ത് ചെയ്യും? പോയി കളയും. അന മസ്ദറു താഖത്തു വല്ലൗ ലാ തറാനി ഫി യൗമുൽ ആയിം, എന്നെ എന്ത് ചെയ്യില്ല? ആയിമായിട്ട് ഇതിൽ കാണൂല, എന്താ പറയാ, ദിവസത്തിൽ കാണൂല. അപ്പൊ നോക്കിയേ, ആരാണ് എന്താ പറയാ ആ വ്യക്തി? നമുക്കറിയാം, പകല് മൊത്തം വെളിച്ചം നൽകുമെന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം അത് ആരാണ്? അശംസ്, സൂര്യനാണ് അല്ലെ. യെസ്. അപ്പൊ ഇത്രയും എന്താ പറയാ അൽഗാസുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഞാനിതേ നിങ്ങൾക്ക് കുറെ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ്. ഇവിടെ കണ്ടോ, നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് അല്ല, അയ്യാമുൽ ഖാസ, ഇമ്പോർട്ടന്റ് ഡേയ്സുകൾ എന്താന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ഇതേപോലെ ഞാൻ പൗസ് ചെയ്യുക, എഴുതിയെടുക്കുക, എന്നിട്ടൊന്ന് പഠിക്കുക കേട്ടോ. ഇതേ മാം ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ പോവാവൂ കേട്ടോ. അപ്പൊ അതേ മാം അതേ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക? എഴുതിയെടുത്തിട്ട് പഠിക്കണം കേട്ടോ. അതിനിതേ അതിൻ്റെ മലയാളത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ മലയാളവും മാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തിന്റെയും മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പൗസ് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഇനിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. അതെ മാം ഇതേ സൂം ചെയ്യാം, പൗസ് ചെയ്യുക, എഴുതിയെടുക്കുക, പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ് 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 യെസ്. ഇനി ഇതേ അതിന്റെ മലയാളം കൂടെ മാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഓക്കെ, കർഷക ദിനം, ദേശീയ കായിക ദിനം, അധ്യാപക ദിനം, ഐക്യരാഷ്ട്ര ദിനം, ലോക ഭക്ഷ്യ ദിനം, ശിശുദിനം അല്ലെ. അപ്പൊ ഇതൊന്ന് നിങ്ങൾ എഴുതിയെടുത്തിട്ട് പഠിക്കണം കേട്ടോ. ഇനി എന്താ മക്കളെ അലുദാദ്? ലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിദ് എന്താ? ലിദ് എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് ആണ് അല്ലെ. ലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് അല്ലെ. അതായത് രാവിലെ രാത്രി, ചെറുത് വലുത്, വിഷമം സന്തോഷം, മധുരം കയ്പ്, തണുപ്പ് ചൂട്, ഇതൊക്കെയാണ് എന്ത്? ഓപ്പോസിറ്റ്. അതിനെയാണ് നമ്മൾ ലിദ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അറബിയിൽ നമ്മൾ ഓപ്പോസിറ്റിനെ ലിദ് എന്നാണ് പറയാ. അപ്പൊ ലിദ് എന്ന് കേൾക്കുമ്പോ തന്നെ ലിദ്, ഓപ്പോസിറ്റ് അല്ലെ. അപ്പൊ ആ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം? മനസ്സിലേക്ക് ഇങ്ങനെ ഓടിച്ചാടി വരണം. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ, ജദീദ്, ജദീദ് പറഞ്ഞാൽ പുതിയത് അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഖദീം, പഴയത്. മറല് രോഗം, സിഹത്ത് ആരോഗ്യം. ഹുസ്ന് ദുഃഖം, ഫറഹ് സന്തോഷം. ഹയാത്ത് ലൈഫ്, മൗത്ത് മരണം. ഹുൽവ് മധുരം, മുറ് കയ്പ്. ബാരിദ് തണുപ്പ്, ഹാറ് ചൂട്. അമാമ മുൻപില്, വറാഅ ബാക്കില്. നാമ ഉറങ്ങി, ഇസ്തൈഖള ഉണർന്നു.
ഖസ്ർ കൊട്ടാരം, കൂഹ് കുടില്, അവല് ഫസ്റ്റ്, ആഹിർ ലാസ്റ്റ് അല്ലെ. മസാ ഈവനിങ്, സ്വബാഹ് മോർണിംഗ്, മുഫീദ് ഉപകാരം, മുളിർഹ് ഉപദ്രവം അല്ലെ. ഉസ്ർ പ്രയാസം, യുസ്ർ എളുപ്പം. പിന്നെന്താണ്? റജുല് പുരുഷൻ, മർഅത്ത് സ്ത്രീ, കബീർ വലുത്, സ്വഗീർ ചെറുത്, കസീർ ധാരാളം, കലീല് എന്താ പറയാ കുറച്ച്. അപ്പൊ ഇതേപോലെയുള്ള ലിത്തുകളുടെ ഒരു ബോക്സ് ആണ് അല്ലെങ്കിൽ ഒരു ടേബിൾ ആണ് മാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാമിന്റെ കുഞ്ഞുങ്ങൾ ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കണം. കാരണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് അൽദാദുകൾ കേട്ടോ. എന്ന് നോക്കിയേ, മുഫ്രദ് ജമ. എന്താ മക്കളെ മുഫ്രദ് എന്ന് പറഞ്ഞാല്? മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ഫോമിനാണ് നമ്മൾ മുഫ്രദ് എന്ന് പറയാം. ഏകവചനം അല്ലെ. ഒരു പേന അല്ലെ, ഒരു ബുക്ക്, ഒരു ബോള്, ഇതിനെയാണ് നമ്മൾ മുഫ്രദ് എന്ന് പറയാം. എന്നാൽ ജം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഒരുപാടെണ്ണം ഉള്ളതാണ്. കുറേ പേനകൾ, കുറേ ബുക്കുകൾ, കുറേ എന്താ പറയാ സൈക്കിൾ, കുറേ ബസ്, കുറേ കാറ് അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മള് ജം എന്ന് പറയാം കേട്ടോ. അപ്പൊ മുഫ്രദും ജംഉം നമുക്ക് മാറിപ്പോവരുത്. സെയിം ആണ് സംഭവം, ഒരേ എന്താ പറയാ വേർഡ്സ്. അതിന്റെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കലമിന്റെ ജം ആണ് അക്ലാം. നോക്കിയേ, ക ല മുൻ, അതേ ലെറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. മുൻ കണ്ടോ, ക ല മുൻ, മുൻ കണ്ടോ, അതേ ലെറ്റേഴ്സ് തന്നെ അതിലുണ്ടാവും. അതിന് ചെറിയൊരു സ്ട്രക്ചറിലി ചെറിയൊരു ഡിഫറൻസ് മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയേ, ദീക്ക് അല്ലെ, ദീക്കുൻ ദീക്കത്തുൻ, ഫീല് അഫിയാല്, ഒറാബ് ഹിർബാൻ, ദജാജത്ത് ദജാജുൻ, നംലത്തുൻ നംലുൻ, ഫറാശത്തുൻ ഫറാഷുൻ, ഫഉറുൻ ഫീറുൻ ഫീറാനുൻ, ദൽവുൻ ദലാഉൻ, ദൂദത്തുൻ ദൂദുൻ, കറിയത്തുൻ ഖുറ. കണ്ടോ, ഇതൊക്കെ ജംഉകളാണ് അല്ലെ. ഇവിടെ നോക്കിയേ നിങ്ങൾ, ദാറ് ദിയാറ്, കൂഹ് അക്വാഹ്, ഖിസ്ർ ഖുസൂർ, ഖിത്തത്ത് ഖിത്തത്തുൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്താ പറയാ ഓപ്ഷൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതേ വേർഡുകൾ അല്ലെങ്കിൽ ഇതേ ലെറ്ററുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുഞ്ഞു പദങ്ങൾ ഏതെങ്കിലും ഉണ്ടോന്ന് ആദ്യം നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാം. ഓക്കെ. അപ്പോൾ മുഫ്രദിനെയും ജംഇനെയും നമുക്ക് ജംഅ ചോദിച്ചാലും മുഫ്രദ് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഇതേപോലെയുള്ള ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന വേർഡ്സുകൾ ഏതാ നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ മക്കളൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇതേ കണ്ടോ, ഇതൊക്കെ ജംഉം മുഫ്രദും ആണ്. ഇതൊന്ന് പഠിച്ച വൃത്തിക്ക് പോകണം കേട്ടോ. ഓക്കെ മക്കൾസേ? യെസ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് മുത്തറാദിഫ്, പര്യായ പദം അല്ലെ. പര്യായ പദം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്ന മറ്റൊരു വേർഡ്. ഇപ്പൊ വീട് എന്ന അർത്ഥം വരുന്ന വേർഡാണ് ദാറുൻ അല്ലെ. ദാറുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടാണ്. എന്നാൽ അതിന്റെ വേറൊരു പേരെന്താ? മൻസിലുണ്ട്, ബൈത്തുണ്ട്, മസ്കൻ ഉണ്ട് അല്ലെ. ഇതൊക്കെ ദാറുൻ എന്നുള്ള വരുന്ന വേർഡിന്റെ വേറെ വേർഡ്സുകളാണ് അല്ലെ. അപ്പോ വാലിദത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മയാണ്. ഉമ്മു എന്ന് പറഞ്ഞാലും ഉമ്മയാണ്. വാലിദുൻ എന്ന് പറഞ്ഞാൽ ആരാ? ഉപ്പയാണ്. അബു എന്ന് പറഞ്ഞാലും ഉപ്പയാണ്. കണ്ടോ? അപ്പോ ഈ രീതിയിലാണ് നമ്മൾ മുത്തറാദിഫ് എന്ന് പറയാ കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മുത്തറാദിഫ് എന്ന് പറയാ. ഇതിനെയാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ മാം ജസ്റ്റ് ഒന്ന് വായിച്ച് കാണിച്ചു തരാം. നോക്കിയേ, നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ബൈത്ത്, മൻസില്, മസ്കന്. ബൈത്തിനെ നമ്മൾ മൻസില് എന്നും പറയും, മസ്കന് എന്നും പറയും. സ്വദീഖ്, കൂട്ടുകാരൻ അല്ലെ. ജമീല്, റഫീഖ്, ഇത് രണ്ടും കൂട്ടുകാരൻ എന്നുള്ള സെയിം അർത്ഥാണ്. വാലിദുൻ അബുൻ, വാലിദത്തുൻ ഉമ്മുൻ, റജ മടങ്ങി, അതിന്റെ സെയിം അർത്ഥാണ് ആദ എന്ന് പറഞ്ഞാൽ കേട്ടോ. സഫർ യാത്ര, റിഹ്ലത്ത് യാത്ര, സൗബ് വസ്ത്രം, ലിബാസും വസ്ത്രം. അപ്പൊ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക? മുത്തറാദിഫ് വരുന്നത്. ഇതൊക്കെ സെയിം സാധനങ്ങളാണ്. മാമിന്റെ കുട്ടികൾ ഇത് നോട്ട് എഴുതി എടുത്തിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കുറച്ച് കോട്ടിങ്സ് ഉണ്ട്. ഹിക്കമുൽ അംസാൽ കേട്ടോ, കോട്ടിങ്സ് ആണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. മൻ ജദ്ദ വജദ. മൻ ജദ്ദ വജദ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണോ പരിശ്രമിക്കുന്നത് അവൻ വിജയിക്കുന്നു അല്ലെ. ആരാണോ പരിശ്രമിക്കുന്നത് അവൻ എന്ത് ചെയ്യുന്നു? വിജയിക്കുന്നു. ലിക്കുല്ലി ഇൽമിൻ ഫളൽ, എല്ലാ എന്താ പറയാ ഇൽമിലും അതിൻ്റെതായ എന്തുണ്ട്? ഗുണങ്ങളുണ്ട്. എല്ലാ ഇൽമിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്.
ഫി കുല്ലി റത്തുബത്തിൻ അജർ, അല്ലെ, എല്ലാ കാരുണ്യ പ്രവർത്തിക്കും ഒരു പ്രതിഫലമുണ്ട്. ലി കുല്ലി റത്തുബത്തിൻ അജർ. കുല്ലു മാറൂഫിൻ സ്വതക്ക, എല്ലാ സൽക്കർമ്മവും ഒരു ദാനധർമ്മമാണ്, അല്ലെ. അപ്പൊ നമ്മൾ ഒരാളോട് പുഞ്ചിരിക്കുകയാണെങ്കിൽ അതെന്താണ്? ഒരു സ്വതക്കയാണ്, ഒരു ദാനമാണ്, അല്ലെങ്കിൽ അതൊരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പിന്നെ ഇന്ന സ്യുദക്ക യഹ്ദി ഇലൽ ബിർ, തീർച്ചയായും സത്യം ബിറിലേക്ക് നയിക്കും, സത്യം നീതിയിലേക്ക് നയിക്കുന്നു. അൽ മാലു ലക വലാകിൻ അൽ മവാരിദു ലിൽ ജമീഅ, അല്ലെ, പണം നിങ്ങളുടേതാണ്, പക്ഷേ വിഭവങ്ങൾ എല്ലാവരുടേതുമാണ്, അതിന്റെ സോഴ്സ് എല്ലാവരുടേതും കൂടെയാണ്. പിന്നെ റബ്ബിർ ഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ആകാശത്ത് റബ്ബിർ ഹംഹുമാ, പഠിച്ചവനെ നീ എന്റെ പാരന്റ്സിന് കരുണ ചെയ്യണമേ, കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവരെന്നെ നോക്കിയത് പോലെയല്ല, അല്ലെ, അവരോട്, അതായത് ചെറുപ്പത്തിൽ എന്നെ വളർത്തി വലുതാക്കിയ അവരോട് നീ കരുണ കാണിക്കണമേ. അടുത്തത് ഇമാത്തത്തുൽ അദാനി ത്വരിക്കി സദഖത്തുൻ, വഴിയിൽ നിന്നും ഉപദ്രവം മാറ്റുക എന്ന് പറയുന്നത് ഒരു സ്വതക്കയാണ്. തൻതഹി ഹുർരിയത്തുക ഹൈസു തബ്ദഉ ഹുർരിയത്തുൽ ആഖിരീൻ, യെസ്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നിടത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു, അല്ലെ. യെസ്. ഇർഹമു മൻഫിൽ അർളി ഇർഹമുക്കും മൻഫി സമ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കൂ. അപ്പൊ ഈ കോട്ടിങ്സും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിട്ട് പോണം കേട്ടോ. ഇനി എന്താണ്? നഖ്താറു ഷാസാണ്, അതായത് ഒറ്റയാനെ കണ്ടെത്താനാണ്. അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് വേഗം നമുക്ക് പോകാം, ടൈം ഒരുപാടായി. ലഇബ സറഅ കതബത്ത് തുസായിദു, ഇത് സിമ്പിൾ ആണ്, വേഗം പറഞ്ഞു നോക്കിയേ. ലഇബ സറഅ കതബത്ത്, ഈ 3 പദവും ഫിഅൽ മാളിയാണ്. തുസായിദു എന്നുള്ള പദം ഫിഅൽ മുളാരിയാണ്, അല്ലെ. അപ്പൊ അതാണ് അതിലെ റൈറ്റ് ആൻസർ, അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ആൻസർ അതാണ്. യൻസുറു ഖറഅ അദ്ഖുലു യഖിഫു, കണ്ടോ, യൻസുറു നമ്മൾ നേരത്തെ അനിയത്തി അലിഫ് നൂന് യാ ത, അല്ലെ, അതിലെ യാ വന്നു, അലിഫ് വന്ന് യാ വന്നു, കണ്ടോ. അപ്പൊ ഈ ഖറഅ എന്നുള്ള വേർഡാണ് ഇതില് ഫിഅൽ മാളി ആയിട്ട് തനിയെ നിൽക്കുന്നത്, അപ്പൊ അതാണ് അവിടുത്തെ റൈറ്റ് ആൻസർ. മസാ അൽ ഖൈർ മഅസ്സലാമ ത്വബഅൻ തഹ്സുനു, ഇതൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന വേർഡ്സ് ആണ്. ഇത് തഹ്സുനു എന്നുള്ളത് അല്ലാതെയുള്ള വേർഡാണ്. ഇഫ്തിതാഹി റിആസത്ത് നാലിറുൽ മദ്രസ തർഹീബ്, ഇതൊക്കെ എന്താണ്? ഓരോ പ്രോഗ്രാമിലെ ഇഫ്തിതാഹ് ഉദ്ഘാടനം, റിആസത്ത് അധ്യക്ഷ, പിന്നെ തർഹീബ് സ്വാഗതം, അല്ലെ. അപ്പൊ നാലിറുൽ മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേറൊരു വേർഡ് തന്നെയാണ്, അല്ലെ. അപ്പൊ ഇതേപോലെ മാം കുറെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, നല്ലാറത്ത് കണ്ണട, ഒക്കാസ് ഊന്നുവടി, അൻഫ് മൂക്ക്, സമ്മാഴത്ത് ഇയർ ഹെൽപ്പ് ചെയ്യുന്ന സാധനം ഇല്ലേ അത്. അപ്പൊ അൻഫ് എന്നുള്ളതാണ് അവിടുത്തെ ഒറ്റയായിട്ട് നിൽക്കുന്ന പദം. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മത്ത മിൻ ഐന കം, അതിലേതാ വരിക? മത്ത മിൻ ഐന കം, ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ്. മിൻ എന്നുള്ളത് ഹർഫുൽ ജറാണ്, അല്ലെ. ഇല ഫി മൻ അല, ഏതാ വരിക? മൻ, കാരണം അത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അപ്പൊ ഇതേപോലെയുള്ള എന്താ പറയാ ഷാദ്, ഒറ്റയാനെ കണ്ടെത്തുക, ഓട് വണ്ടിനെ കണ്ടെത്തുക എന്നുള്ളത് എന്താണ്? നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. വേറെ ഏതാ ഉള്ളത്? ജസ്റ്റ് ഒന്ന് നോക്കിയേ. യഈഷു, യദ്ഖുലൂൻ, യജ്മഉ, യസ്മഉ. യദ്ഖുലൂൻ എന്ന് പറഞ്ഞാല് ജമ്മായി, അല്ലെ. ബാക്കിയൊക്കെ സിംഗുലറിലാണ്, ഇതെന്താണ്? ജമ്മിലാണ് വന്നത്, അല്ലെ. യെസ്. അപ്പൊ മക്കളെ, ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഒക്കെ ചെയ്ത് പഠിക്കുക. ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അതിനുള്ളതാണ്. അതിന്റെ ഇടയിലുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാം വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് പഠിക്കുക വീട്ടിൽ നിന്ന് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അൽക്കാബ്. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും എന്താ പറയാ വിളിപ്പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കരംചന്ദ് മോഹൻ ഗാന്ധി, അല്ലെ, അദ്ദേഹത്തെ എന്താ വിളിക്കുന്നത്? മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാജി, അബ്ദുറഹ്മാൻ സാഹിബിനെ സ്വാഹിബ് എന്ന് വിളിക്കും. APJ അബ്ദുൽ കലാമിനെ റജുൽ സ്വാറൂഖ് എന്ന് വിളിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കും. കേളപ്പനെ ഗാന്ധി കേരള എന്ന് വിളിക്കും. പിന്നെ
അതേപോലെ എന്താണ് ഇതാ കുറേ കാര്യങ്ങളുണ്ട്. ഹാഫൽ ഇബ്രാഹിം ഷായറുൻ നെയില്, അതേപോലെ എന്താണ് ജസ്റ്റ് ഇതാ ലാൽ ബഹദൂർ ശാസ്ത്രീനെ എന്ത് വിളിക്കും, റജുൽ സലാം. അങ്ങനെ മക്കളെ ഈ മാം ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ പേരുകളും മാമിന്റെ കുട്ടികളെ എഴുതിയെടുത്ത് പഠിച്ചു പോകണം കേട്ടോ. ആദ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ പഠിക്കണം. എന്നിട്ട് ഇതും നിങ്ങളൊന്ന് പഠിച്ചു പോവാ. അതേപോലെ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യമാണ്, അതായത് പദവികള്. ഓക്കെ, അത് ഏതൊക്കെയാണ് പദവികൾ? മീൻസ് ഓരോ മന്ത്രിമാര് ഏതൊക്കെ മന്ത്രിമാരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് മന്ത്രിമാര് ലെവലിലുള്ള അല്ലെങ്കിൽ ഒരുപാട് മന്ത്രിമാരുടെ പിന്നെ ഏതൊക്കെ ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, സ്പീക്കർക്ക് പറയാ റഈസുൽ മജ്ലിസുൽ തശ്രീഇ എന്നാണ്. റഈസുൽ വുസറ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. വസീറുൽ ദാഖിലി ആഭ്യന്തരമന്ത്രി, വസീറുൽ ഇറാദാത്ത് റവന്യൂ മന്ത്രി, വസീറു സിറാ കൃഷി മന്ത്രി, വസീറു സിഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്, ആരോഗ്യമന്ത്രി, വസീറു റിയാദത്ത് സ്പോർട്സ് ആണ്, സ്പോർട്സ് മന്ത്രി, വസീറു നഖ്ൽ ഗതാഗത മന്ത്രി, വസീറു സിനാ വ്യവസായ മന്ത്രി. കണ്ടോ? അപ്പൊ ഇതേപോലെ മന്ത്രിമാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അവരുടെ ഏതൊക്കെ വകുപ്പാണ് എന്നുള്ള ലിസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് അറബിയിൽ എന്താണ് പറയാ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തത്. അത് മാമിന്റെ കുട്ടികൾ ഒന്ന് എഴുതി എടുത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതൊക്കെ മന്ത്രിമാരുടെ ആ ബാക്കി പോർഷൻ ആണ്. കണ്ടോ, വസീറു തആവുൻ സഹകരണ മന്ത്രി. തആവുൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹകരണം. പിന്നെ വസീറു തസ്ജീൽ രജിസ്ട്രേഷൻ മന്ത്രി. ഇതൊക്കെ നമ്മൾ അറബിക് വേർഡിൽ നിന്ന് തന്നെ അറബിക് വേർഡ് എങ്ങനെയാണോ ഉള്ളത് അത് അതിന്റെ മുന്നൊരു വസീർ ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് അല്ലേ? അപ്പൊ വസീറുൽ ഇതാ ഭക്ഷ്യമന്ത്രി. കണ്ടോ? അപ്പൊ ആ രീതിയിൽ സിയാഹത്ത് ടൂറിസം, വസീർ സിയാഹത്ത് ടൂറിസം മന്ത്രി. അപ്പൊ ആ രീതിയിലാണ് പല വേർഡ്സുകളും ഇതിൽ വരുന്നത്. അതൊന്ന് പഠിക്കണം കേട്ടോ. പിന്നെ MLA-ക്കും MP-ക്കും ഡിസ്ട്രിക്ട് കളക്ടർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് മെമ്പർക്കും PTA പ്രസിഡന്റിനും അതേപോലെ സ്റ്റേറ്റ് സെക്രട്ടറിക്കും ഒക്കെ സ്റ്റാഫ് സെക്രട്ടറിക്കും ഒക്കെ എന്താണ് പറയാന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കഷൻ ചെയ്യാനുണ്ട്. അതാണ് മാം ഓടിച്ചാടി പോണ കേട്ടോ. പിന്നെ തെർജുമ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ചെയ്യാനുണ്ടാവും. ഇംഗ്ലീഷ് വേർഡ് തന്നിട്ട് അതിന്റെ അറബിക്ക് മാറ്റി എഴുതാനുണ്ടാവും. ഹൗ ഓൾഡ് ആർ യു? ഐ ആം ആൻ ഇന്ത്യൻ. എന്താ പറയുക, വി വിൽ കോണ്ടാക്ട് യു. ദെൻ ഐ എം വെയിറ്റിംഗ് ഫോർ യു. ദെൻ ഐ എം ഫൈൻ, ഐ എം ബിസി. പിന്നെ വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി, ദെൻ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ, ദെൻ അങ്ങനത്തെ ആ രീതിയിൽ സി യു ലേറ്റർ. അപ്പൊ ഈ രീതിയിലുള്ള കുറേ വേർഡ്സുകൾ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മാമിന്റെ കുഞ്ഞുങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. ഒക്കെ പഠിച്ചിട്ട് പോകണം. ഇത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് തന്നെ നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടാത്ത കുട്ടികൾ ഇത് എഴുതിയെടുത്ത് പഠിക്കട്ടോ. ഇനി അതിന്റെ ബാക്കിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേ കണ്ടോ? ഇതൊക്കെ മാമിന്റെ കുഞ്ഞുങ്ങൾ ഒന്ന് എഴുതിയെടുത്തിട്ട് പഠിക്കണം കേട്ടോ. ശരി, ഇനി എന്താണ് ഇനി ഓരോ വർക്ക്, ഓരോ ജോലികൾക്ക് എന്താണ് പറയുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ത്വബ്ബാഹ് എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ, അതേപോലെ കാത്തിബ് ക്ലർക്ക്, മുഹന്ദിസ് എഞ്ചിനീയർ, നജ്ജാർ ആശാരി, അതേപോലെ കഹ്റുബായി എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ ആണ്, ദഹാൻ പെയിന്റർ, സവാക്ക് ഡ്രൈവർ, അതേപോലെ ഷുർത്തി പോലീസ്, മുഹരിർ പത്രാധിപൻ. ദെൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൊയ്ദലി എന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റ് ആണ്. അങ്ങനെ സബ്ബാക്ക് എന്താ പറയാ പ്ലംബർ. അങ്ങനെ കുറേ എന്താ പറയാ ജോലിയുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളെ എഴുതിയെടുത്ത് പഠിക്കണം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഫീൽഡുകളാണ് ഇതൊക്കെ മാമിന്റെ കുട്ടികളെ എഴുതിയെടുത്ത് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കഷൻ ചെയ്താല് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കിയേ, കവ്വിന സുആൽ എന്താണ്? കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ആൻസർ തന്നിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വസൽതു ഇലൽ മദ്രസത്തി മാഷിയൻ. ഞാൻ സ്കൂളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മാഷിയൻ, നടന്നുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് നീ സ്കൂളിലേക്ക് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വേണ്ടത്. എങ്ങനെ എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? കെയ്ഫ. അതുണ്ടോ എന്ന് നോക്കിയാൽ മതി. എവിടെ? ഫസ്റ്റ് ആൻസർ ഇതാ, കെയ്ഫ വസൽത ഇലൽ മദ്രസ. കണ്ടോ? ആദ്യ ആൻസർ വായിക്കുക, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഫി ജൈബി കലമുൻ. എന്റെ കീശയിൽ എന്തുണ്ട്? കലമുൻ, പേനയുണ്ട്. അപ്പൊ നിന്റെ കീശയിൽ എന്താണുള്ളത്? ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്. എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിന് എങ്ങനെയാ അറബിയിൽ പറയാ? മാതാ.
അല്ലെ? അപ്പൊ മാതാ വെച്ചിട്ട് ഇതേ ക്വസ്റ്റ്യന് മാതാ ഫി ജൈബിക്ക, നിന്റെ കീശയിൽ എന്താണുള്ളത്? ഫി ഹക്കീബത്തി സലാസത്തു അക്ലാമുൻ, എന്റെ എന്താ പറയാ ബാഗില് 3 പേനയുണ്ട്. അപ്പൊ എത്ര പേനയുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ വേണ്ടത്. എത്ര എന്നുള്ളതിന് നമ്മൾ എങ്ങനെ അറബിയിൽ ചോദിക്കാം? കം എന്നാണ്. കം കലമൻ ഫി ഹക്കീബത്തിക്ക, അല്ലെ? നോക്കിയേ, അപ്പൊ ആ ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് പഠിക്കണം എന്ന് മാം പറഞ്ഞത് എന്തുകൊണ്ടാണ്? കറക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതുകൊണ്ടാണ് മാം ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് പഠിച്ചു പോണം എന്ന് പറഞ്ഞത്. അടുത്തത് അന അജീ ഉമിനൽ മസ്ജിദ്, ഞാൻ എവിടെ നിന്നാ വരുന്നത്? പള്ളിയിൽ നിന്നും. അപ്പൊ എവിടെ നിന്നു വരുന്നു? അല്ലെ? അന അജീ ഉമിനൽ മസ്ജിദി, അല്ല എന്താണ്? നീ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെ ചോദിക്കും? മിൻ ഐന തജീഉ, നീ എവിടെ നിന്നാണ് വരുന്നത്? അടുത്തത് യദ്ഹബു സാലിം ഇല സൂഖ്, സാലിം സൂക്കിലേക്ക് പോയി, അങ്ങാടിയിലേക്ക് പോകുന്നു, അല്ലെ? അപ്പൊ എങ്ങനെ ചോദിക്കാം? എന്താ അതിന്റെ ആൻസർ? ആരാണ് പോകുന്നത് ചോദിക്കോ? ഇല്ല. എവിടേക്കാണ് പോകുന്നത് സാലിം എന്ന് ചോദിക്കും, അല്ലെ? എവിടേക്കാണ്? അപ്പൊ അങ്ങാടിയിലേക്കാണ് പോകുന്നത്, അല്ലെ? അപ്പൊ ഇലാ ഐന യദ്ഹബു സാലിം. കണ്ടോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ വേർഡ് പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ് കേട്ടോ. നഅം ഇന്ദി ജവ്വാലുൻ, ശരിയാണ്, എന്റെ കയ്യിൽ എന്തുണ്ട്? ജവ്വാലുണ്ട്. ജവ്വാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൺ ഉണ്ട്, അല്ലെ? അപ്പൊ എന്താണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വരിക? നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്നാണ് ചോദിക്കുക. നഅം അല്ലെങ്കിൽ ലാ എന്ന് ആൻസർ വന്നാൽ അവിടെ നമ്മൾ ഹൽ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഇടേണ്ടത്. നഅം അല്ലെങ്കിൽ ലാ എന്നുള്ള ആൻസർ വന്നാൽ ഹൽ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് നമ്മൾ അവിടെ ഇട്ടു കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഹൽ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ അവിടെ കറക്റ്റ് ആയി. ഇനി അടുത്ത നോക്കിയേ, അനഫിസ് സൊഫി ഹാമിസ്, ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്ങനെ ചോദിക്കും? കം സൊഫിൻ അൻത, കം എത്ര. കണ്ടോ എന്തൊരു ഈസിയാ നോക്കി മക്കളെ. മാം പറഞ്ഞത് നല്ലപോലെ കേൾക്കുക. ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് പഠിക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അടുത്തത് ബൈത്തു സ്വാബിർ ഫിൽ കറിയ, സാബിറിന്റെ ബൈത്ത് വീട് കറിയത്തിലാണ്. അപ്പം എവിടെയാണ് സാബിറിന്റെ വീട് എന്ന് ചോദിക്കണം, അല്ലെ? ഐന, എവിടെ. കണ്ടോ? ഐന ബൈത്തു സ്വാബിർ, എന്തൊരു സിമ്പിളാ, അല്ലെ? ദഹബ്തു ഇലൽ മൈദാനി മസാഅൻ, ഞാൻ മൈതാനത്തിലേക്ക് വൈകുന്നേരം പോയി. നീ എപ്പോഴാണ് പോയതെന്ന് ചോദിക്കണം. എപ്പോഴാണ് പോയത്? അപ്പൊ എപ്പോൾ എന്നുള്ള വാക്ക് ഏതാണ്? മത്താ ദഹബ്ത ഇലൽ മൈദാൻ. കണ്ടോ? നീ എപ്പോഴാണ് പോയത്? ഹംസ റൂബിയത്തിൻ ലി ഹാദൽ കലം, 5 രൂപയാണ് ഈ പേനക്ക്. അപ്പൊ ഈ പേനക്ക് എത്ര രൂപയാണ്? ബിക്കം ഹാദൽ കലം. കണ്ടോ? ബിക്കം ഹാദൽ കലം. അപ്പൊ കുഞ്ഞുങ്ങളെ, അപ്പൊ മാം പറഞ്ഞു വന്നത് ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾ നല്ല പോലെ പഠിച്ചിട്ട് പോണം കേട്ടോ. ഇനി ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇനി കുറച്ച് ടൈം ഉണ്ട്, അല്ലെ? ടൈമിനെ എങ്ങനെയാ നമ്മൾ കണക്കാക്കാൻ ജസ്റ്റ് അതുകൂടെ പറഞ്ഞുതരാം. നോക്കിയേ, 1 മണി എന്നാണ് ഇവിടെ കാണിച്ചത്, അല്ലെ? ചെറിയ സൂചി എവിടെയാണ്? 1ന്റെ അടുത്താണ്. വലിയ സൂചി 12ന്റെ അടുത്തും. ചെറിയ സൂചി എവിടെയാണോ അതാണ് ടൈം. ചെറിയ സൂചി 4ന്റെ അടുത്താണെങ്കിൽ, വലിയ സൂചി 12ന്റെ അടുത്താണെങ്കിൽ 4 മണി. ചെറിയ സൂചി 3ന്റെ അടുത്താണെങ്കിൽ 3 മണി. ഓക്കെ, അപ്പൊ ഇവിടെ 1 മണിയാണ് സമയം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? അസ്സാഅത്തു അൽ വാഹിദ. കണ്ടോ? അസ്സാഅത്തു അൽ വാഹിദ. ഇവിടെ 3 മണിയാണ്. അസ്സാഅത്തു അസ്സാലിസ, 3 എന്നുള്ളതിന് എന്താ പറയാ? സാലിസ്. അപ്പൊ അസ്സാഅത്തു സാലിസ് എന്ന് പറയരുത്, അസ്സാഅത്തു അസ്സാലിസ എന്നാണ് നമ്മൾ പറയാ കേട്ടോ. ഇനി അടുത്തത് ഇവിടെ 5 മണിയാണ് കൊടുത്തിട്ടുള്ളത്. അസ്സാഅത്തു അൽ ഖാമിസ. കണ്ടോ? നിങ്ങൾ എത്ര ഈസിയാ നോക്കിയേ. അസ്സാഅത്തു അസ്സാബിഅ, അസ്സാഅത്തു അത്താസിഅ. കണ്ടോ? 5 മണി, 9 മണി, 12 മണിന്റെ നേരെയാണ് സൂചി ഉള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണ്ട, ചെറിയ സൂചി എത്രയുമേലാന്ന് നോക്കുക, ആ നമ്പർ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, ആ രീതിയിൽ പഠിച്ചാൽ മതി, അപ്പൊ വേഗം കിട്ടും. ഇവിടെ നോക്കിയേ, ചെറിയ സൂചി 2 വലിയ സൂചി 12 അപ്പൊ എത്ര സമയം? 2 മണി, അല്ലെ? അപ്പൊ അസ്സാഅത്തു സാനിയ. ഇവിടെ നോക്കിയേ, ചെറിയ സൂചി 4 വലിയ സൂചി 12 അപ്പൊ എത്രയാ മണി? 4 മണി. അസ്സാഅത്തു റാബിഅ. ചെറിയ സൂചി 6 വലിയ സൂചി 12 അസ്സാഅത്തു സാദിസ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ സമയം എഴുതി കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് തലസ്ഥാനങ്ങളുടെ പേരുകൾ മാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. തലസ്ഥാനം ബഹ്റൈൻ, മനാമ, ഖത്തർ, ദോഹ, കുവൈറ്റ് തന്നെ, ഒമാൻ, മസ്കത്ത്, സോമാലിയ, മഖ്ദിഷു, സൂദാൻ, ഖാർത്തൂം, മിസ്ർ, ഖായിറ,
ലബനാൻ, ബെയ്റൂത്ത്. കണ്ടോ? അപ്പൊ ഇതേപോലെ കുറേ ആസിമത്തുകൾ, തലസ്ഥാനങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാമിന്റെ കുഞ്ഞുങ്ങള് എഴുതിയെടുത്ത് പഠിക്കണം. ഓക്കെ, ഇതാ മാം ഇങ്ങനെ സൂം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ സുഖമായിരിക്കും. ഓക്കെ, യെസ്. ഇനി ഇതേപോലെ ഒംലത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നാണയം, അവിടുത്തെ നാണയം എങ്ങനെയാണ് വരുന്നത്, ഏത് രൂപയാണ് വരുന്നത്, രൂപയാണോ, ദിർഹമാണോ, റിയാലാണോ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദിർഹം ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ, യു എയിൽ ദിർഹമാണ്, മൊറോക്കോയിലും ദിർഹമാണ്. റിയാൽ എവിടെയാ വരുന്നത്? ഒമാനിൽ റിയാലാണ്, സൗദി അറേബ്യയിൽ റിയാലാണ്, യമനിലും ഖത്തറിലും ഇറാനിലും എന്താണ്? റിയാലാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഏതാണ്? ദീനാർ വരുന്നത് ബഹ്റൈൻ, കുവൈത്ത്, ഇറാഖ്, ജോർദാൻ. ഇതിലൊക്കെ എന്താണ്? ദീനാറാണ്. ലിബിയയിലൊക്കെ, തുനീഷ്യ, അൽജീരിയ, ഫിലസ്തീൻ, സുഡാൻ, ഇവിടെയൊക്കെ എന്താണ്? ദീനാറാണ് വരുന്നത്. ഇതെന്തായി വരുന്നത്? ഓക്കെ, ഇനി അടുത്തത് റൂബിയ എവിടെയൊക്കെയാ വരുന്നത്? ഇന്ത്യയിൽ റൂബിയാണ്, നേപ്പാള്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇവിടെയൊക്കെ എന്താണ്? റൂബിയാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ രണ്ട് പേപ്പർ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവിടെ നോക്കൂ മക്കളെ, ഷാറ സാലിം അലമുൽ ബത്തൻ അല്ലെ, സാലിമിന് വേദന വന്നു. വദഹബ ഇലൽ മുസ്തഷ്ഫ, അവന് മുസ്തഷ്ഫയിലേക്ക് പോയി. ഫഹസഹു തൊബീബ് പരിശോധിച്ചു. വകാല, എന്നിട്ട് പറഞ്ഞു, മാതാ അക്കൽത്ത, നീ എന്താ കഴിച്ചത്? ഫജാബ, അവൻ ഉത്തരം പറഞ്ഞു, തനാവൽതു അൽ ബൂള, അവന് ബൂള കഴിച്ചിട്ടുണ്ട്. ഫഅഅതാഹു ത്വബീബ അദ്ദവാ വനസഹഹു ബിഇസ്തിറാഹത്തിൽ ഉസ്ബുഅ, അവന് ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ട് അവനോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഖണ്ഡിക. നമ്മളോട് ഈ ഖണ്ഡികയിൽ നിന്ന്, ഈ പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. മാതാ അക്കല സാലിം എന്താ കഴിച്ചത്? അക്കല സാലിം എന്താണ്? ബൂള. കണ്ടോ? ആൻസർ നോക്കിയേ, ബൂള. കം യോമൻ അൽ ഉസ്ബുഅ, ഒരാഴ്ച എത്ര, ആഴ്ചയിൽ ഒരു ദിവസം എത്ര ഉണ്ട്? ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട്? എത്രയുള്ളേ? സബഅത്താണോ, അസാബി ആണോ, സിത്തത്താണോ, സാദിസാണോ? സിത്തയും സാദിസും അല്ല, 7 ദിവസം ഉണ്ട് അല്ലേ. അത് അസബയാണോ സബഅത്താണോ? സബഅത്താണ് അല്ലേ. യെസ്. അസാബിയ എന്ന് പറഞ്ഞാൽ 7-ാം ദിവസം എന്നാണ്. സബഅത്ത് എന്ന് പറഞ്ഞാൽ 7 ദിവസം. ഓക്കെ. നക്തുബ് ഷാദ്, ഒറ്റയാനെ എടുക്കുക. തൊബീബ്, നജ്ജാറ്, മുഹന്ദിസ്, മുസ്തഷ്ഫ. കറക്റ്റ് എന്താ? മുസ്തഷ്ഫ നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ രീതിയിൽ പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാട്ടോ. ഇവിടെ നോക്കിയേ, മാതാ സമിഅ നജീബ്. അപ്പൊ സമിഅ എന്നുള്ള വാക്ക് എവിടെയാ വന്നത് നോക്കിയേ, ഇതാ സമിഅ. കണ്ടോ? സമിഅ എന്നുള്ള വാക്ക്, അതിന് ശേഷം എന്നുള്ള വേർഡ് ഏതാ? ഖിനാ. അപ്പൊ ആൻസർ എന്താ? ഇതാ കണ്ടോ, ഖിനാ. അയിന കാന ബുൽബുൽ, ബുൽബുൽ എവിടെയാണ്? ബുൽബുൽ എന്നുള്ള വാക്ക് കണ്ടോ നിങ്ങള്? എഴുതാ ബുൽബുൽ. കണ്ടോ ഈ വാക്ക്? ഇതേ കണ്ടോ, ക്വസ്റ്റ്യനിലുള്ള ഈ ക്വസ്റ്റ്യൻ വേർഡിനെ മാറ്റിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള വേർഡ് എവിടെ പാരഗ്രാഫിൽ വന്ന് നോക്കിയേ? ബുൽബുൽ. അപ്പൊ അതിന് ശേഷം അലഷജറ എവിടെയുള്ളത്? ദ ഫസ്റ്റ് ആൻസർ അലഷജറ. കണ്ടോ ആൻസർ? ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ നോക്കിയേ, ഇനി ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ പാരഗ്രാഫ് മാം വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിക്കാം ഈ ക്വസ്റ്റ്യൻസ്. കാനൽ ഖലീഫ, ആ ഖലീഫ ആരായിരുന്നു? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണ് അല്ലെ. അദ്ദേഹം ആരായിരുന്നു? ഉമർ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം അദ്ദേഹം ആരാണ്? ആദിലാണ് അല്ലെ. കാന അൽ ഖലീഫത്തു. അപ്പൊ നോക്കിയേ, കാന വന്നാൽ എങ്ങനെയാ വരിക? കാന വന്നാൽ എങ്ങനെയാ വരിക? വേഗം പറ. കാനക്ക് ശേഷം വരുന്ന ആദ്യത്തെ വേർഡിന്റെ അവസാനത്തെ ലെറ്ററിന് ലൊമ്മും രണ്ടാമത് വരുന്ന വേർഡിന്റെ അവസാനത്തെ ലെറ്ററിന് തെൻവീൻ ഫതഹ പ്ലസ് അലിഫ് അല്ലെ. നമ്മൾ പറഞ്ഞതാണ് ആദിലൻ. കാനൽ ഖലീഫത്തു ആദിലൻ, അങ്ങനെയാണ് വരിക. ഓക്കെ. പിന്നെ മൻ വാലിദ് ഉമർ സാനി, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ലെ, അബ്ദുൽ അസീസ് ആണ് അല്ലെ. കലിമത്തു അൽ മുലാരിയോ ആശ, ആശ എന്നുള്ള മുലാരി, അതിന്റെ മുലാരി എന്താണ്? യഈഷു അല്ലെ. ആശയുടെ മുലാരി എന്താണ്? യഈഷു ആണ് വരാട്ടോ. കാരണം നമ്മൾ പറഞ്ഞിരുന്നു യാ അത്തൈന അതിലേതെങ്കിലും വന്നാൽ അല്ലെ. പിന്നെന്താണ്? ഇതേപോലെയുള്ളതേ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തത്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ സ്വയം ചെയ്യുക. ഇത് ഞാനൊന്ന് പറഞ്ഞുതരാം. നോക്കിയേ, MT വാസുദേവൻ നായരെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫാണ് തന്നത്. ആ പാരഗ്രാഫിൽ നിന്ന് അവർ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അയിന ഉലിത MT. MT എവിടെ ജനിച്ചത്?
ദാ വുലിദ എന്നുള്ള വേർഡ് കണ്ടോ നിങ്ങൾ? ഈ ക്വസ്റ്റ്യൻ വേർഡ് മാറ്റുക. വുലിദ MT എവിടേതാ? കൊടുങ്ങല്ലൂർ. എവിടെ ജനിച്ചത്? കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത് അല്ലെ. പിന്നെന്താണ്? തൂഫി MT മരിച്ചത് ഡേഷ് ഏത് ഡേറ്റിലാണ്? ദാ ഇവിടെ 2024. അല്ലഫ MT രചിച്ചു. ഏതാ രചിച്ചത്? മുഅല്ലഫ്. കണ്ടോ? ഒരേ വേർഡ് റിപ്പീറ്റ് ചെയ്ത്. ഒന്ന് എന്താണ്? കാലം രചിച്ചിട്ടുണ്ട്. കാലം എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാം മൂഴം അല്ലെ. അപ്പൊ ഇതിലേതാ? രണ്ടാം മൂഴമാണ് ഇവിടെ വന്നത്. അതവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കളെ ഇതേ രൂപത്തിലാണ് പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ വേഗം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വേർഡ് മാറ്റുക. ബാക്കിയുള്ള പോർഷൻ എവിടെയെങ്കിലും വന്നിണോന്ന് ആദ്യം നോക്കുക. എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും അതിന്റെ ആൻസർ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേറെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ഇനി നോക്കിയേ, അസ്ലിഹത്തുൻ എന്നുള്ളതിന്റെ മുഫ്രദാണ് ചോദിച്ചിട്ടുള്ളത്. മുഫ്രദ് എന്താണ്? സിൽഹത്താണ് അല്ലെ. ഞാൻ ഇവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഷാദ് അതായത് ഓട് വണ്ണിനെ സെലക്ട് ചെയ്യാണ്. അന, ഹുവ, നഹ്നു, ഹാദ ഏതാണ്? ഏതാ വരിക? ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അന ഞാൻ, നഹ്നു ഞങ്ങൾ. അല്ല, ഹുവ അല്ല വരുന്നത്, ഹാദയാണ് വരുന്നത് കേട്ടോ. ഇത് എന്നാണ് കേട്ടോ. അപ്പോ ഇതാണ് വരിക, ഹുവയല്ല ഹാദയാണ് വരിക കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഉക്തുബ് അൽ ഒയറു മുത്തജാനിസ് ആയിട്ടുള്ളത് ഏതാണ്? ഖിർദ്, നെമിർ, ബത്തത്ത്, അസദ്. ഏതാ? ഇനത്തിൽ പെടാത്തത് ഏതാ? ബത്തത്തല്ലേ. ബാക്കിയൊക്കെ എന്താണ്? ഖിർദ്. അതൊക്കെ എന്താണ്? മൃഗങ്ങളെ പേരുകളാണ് അല്ലെ. ഇത് മാത്രം പക്ഷിയുടെ പേരാണ് ബത്തത്ത് അല്ലെ. പിന്നെ ഇന്നൽ വലത ഡേഷ് എങ്ങനെ വരിക? ഇന്ന കഴിഞ്ഞിട്ട് വലത ഫതഹ് വന്നു. ഇന്നൽ വലത ഡേഷ് നായിമുൻ, നായിമൻ, നായിമത്തുൻ, നായിമിൻ. ഏതാ വരിക? നായിമുൻ എന്നാണ് വരിക അല്ലെ. നമ്മൾ ഇന്ന നേരെ കാനയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം ഇന്നൽ വലത ഫതഹ് കൊടുത്തു. പിന്നെ എന്താണ്? തൻവീൻ ലൊമ്മ കൊടുക്കുക കേട്ടോ. പിന്നെ ഇസ്തഖ്രിജ് അൽ ലൊമീറ ഫിൽ ഫിഅലിൽ മുളാരി. ഫിഅലിൽ മുളാരിയിൽ നിന്ന് ലൊമീറിനെ സെലക്ട് ചെയ്യാനാണ്. ഏതാ വരുന്നത്? നളിരിബു എന്നുള്ളതാണ് വരേണ്ടത്. അതാണ്ടോ? നെഹ്നു. നളിരിബു എന്നുള്ളതിന്റെ ഉള്ളിലുള്ള ലൊമീർ ഏതാണ്? നെഹ്നു ആണ്. നളിരിബു, നെഹ്നു. ഓക്കെ. അപ്പൊ ആ രീതിയിൽ തന്നെ പഠിച്ചു പോകണം കേട്ടോ. നക്തുബു എന്നുള്ളതിന്റെ ഉള്ളിലുള്ള ലൊമീർ ഏതാണ്? നെഹ്നു. അക്തുബുവിന്റെ ഉള്ളിലുള്ള ലൊമീർ ഏതാണ്? അനയാണ്. അന അല്ലെ. ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഡേഷ് മിൻ ഹുറൂഫിൽ ജർ. ഇത് ഹുറൂഫിൽ ജറിൽ പെട്ടത് ഏതാ മക്കളയില്? ഇന്ന, അല, ഇൻ, ഫ. ഏതാ? അലയാണ് അല്ലെ. അല എന്നുള്ളത് ഹുറൂഫിൽ അല, ഇല, ഫി ഇതൊക്കെ ഹുറൂഫുൽ ജറുകളാണ്. മുലാഫ് ഇലൈഹി ഡേഷ് ദാഇമൻ. മുലാഫ് ഇലൈഹി എപ്പോഴും എന്താണ്? മജ്റൂർ ആയിരിക്കും അല്ലെ. മജ്റൂർ കെസ്ർ ആയിരിക്കും അല്ലെ മുലാഫ് ഇലൈഹിക്ക്. യെസ്. അടുത്ത എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അല്ലെ നിങ്ങളോട്, അതിനോട് വിട്ടുപോയതാ കേട്ടോ. മുലാഫ് ഇലൈഹിക്ക് എപ്പോഴും എന്താണ്? കെസറാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ. ബാബുൽ മസ്ജിദി കണ്ടോ? കെസർ. ബാബുൽ മസ്ജിദി. ഓക്കെ. പിന്നെ മുലാഫ് ഇലൈഹിക്ക് അലിഫ്ലാമും ഉണ്ടായിരിക്കും. പിന്നെന്താണ്? കെയ്ഫ, ഹൗ ഓൾഡ് ആർ യു എന്ന് ഇംഗ്ലീഷിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്ന. ഹൗ ഓൾഡ് ആർ യു എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കുക? യെസ്. ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുമ്പോ എങ്ങനെ ചോദിക്കുക? കൈഫ് ഉംറുക്കി എന്നാണോ? അല്ല, മാ ഉംറുക്കി എന്നാണ് ചോദിക്കുക കേട്ടോ. ഡേഷ് മിൻ അദവാത്തു നസ്ബിലിൽ ഫിഅലിൽ മുളാരി. അദവാത്തു നസ്ബ് ഏതാ? നസ്ബ് ചെയ്യുന്ന ഏതാണ്? മിൻ, ഫി, കൈ, അല. ഏതാ? കെയ് ആണ് അല്ലെ. കെയ് ആണ് നമ്മൾ പഠിച്ചതല്ലേ. യെസ്. ഇതൻ കെയ് അല്ലെ. അപ്പൊ ഇതാണ് നസ്ബ്. അൻലൻ, ഇതൻ, കൈ. അപ്പൊ അതിലുള്ളതാണ് നസ്ബ്. ഇനി അടുത്ത് നോക്കിയതാ. ഇതും കൂടെ ഉള്ളൂ. കഴിഞ്ഞു കേട്ടോ. 2 എണ്ണം കൂടെ ഉള്ളൂ. നഖ്ദാറു ഷാദു മിനലാത്തിയ. ഓട് വണ്ണിനെ സെലക്ട് ചെയ്യുക. ഇഷാറത്തുൽ മുറൂർ, മുമറത്തുൽ മഷാത്ത്, മഹല്ലുൽ അക്മിഷ, മാബറുൽ മഷാത്ത്. ഇതൊക്കെ സിഗ്നലിന്റെ സാധനങ്ങളാണ് അല്ലെ. അതായത് സീബ്ര ലൈന്, എന്താ പറയാ, നടപ്പാത അല്ലെ. ഇതൊക്കെ. എന്നാൽ മഹല്ലുൽ അക്മിഷ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹല്ലുൽ അക്മിഷ അത് ടെക്സ്റ്റൈൽസിനാണ് പറയാ. അപ്പൊ അതാണ് അതിലുള്ള ഓട് വൺ. ഓക്കെ. പിന്നെ നഖ്താറു അൽ ഇജാബത്തു സ്വഹീഹ. ശരിയായ ആൻസർ കണ്ടുപിടിക്കാൻ. ഫിൽ ഖറിയത്തി നസീമുൻ കാറ്റുണ്ട് അല്ലെ. ഫിൽ ഖറിയത്തി നസീമുൻ എന്താ എഴുതുക? നല്ല എന്താ പറയാ, നാത്ത് മൻഊത്താണ്. അപ്പൊ എങ്ങനെ വരിക? നസീമുൻ ബാരിദുൻ തണുത്ത കാറ്റ്. കണ്ടോ? നസീമുൻ
ബാരിദുൻ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഅത്ത് മൻഊത്തിന് ഒരേ നിയമമാണ്. അതായത് നസീമുൻ എന്നാണെങ്കിൽ തെൻവീൻ ലൊമ്മയാണെങ്കിൽ അതിന് ശേഷമുള്ളതിനും തെൻവീൻ ലൊമ്മ കൊടുക്കണം. ഓക്കെ. പിന്നെ അനഫിസൊഫി, ഞാൻ ഏതാണ് 7ാം ക്ലാസ്സിലാണ്. സാബിഇ, സാബിഅത്തി, സബ്അ, സബു. ഏതാണ്? അനഫിസൊഫി സാബിഅ. ഇതാണ് വരിക കേട്ടോ. പിന്നെന്താണ്? അവ്വലു വസീറുൽ തർബിയത്ത് തഅലീമി ഫി ഹിന്ദിൽ മുസ്തഖില്ല. ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. പിന്നെ അതാണ് നെക്സ്റ്റ് വന്നിട്ട് അൽവാനുൽ അലമുൽ ഹിന്ദി അഖ്ലറു അബിയലുൻ. അല്ലെ? അൽവാനുൽ അലമുൽ ഹിന്ദ്, പിന്നെ ഇന്ത്യൻ പതാകയുടെ നിറം അഖ്ലർ അബിയല്. പിന്നെ ഏതാണ്? അഖ്ലർ അബിയല്. പിന്നെ ഏതാ വരിക? സഫറാൻ ആണ് കേട്ടോ. പിന്നെ ഖിർബാനുൽ മുഫ്രദ്, ഖിർബാൻ എന്നുള്ളതിന്റെ മുഫ്രദ് എന്താണ്? ഉറാബാണ് കേട്ടോ. ഉറാബിന്റെ ജം ആണ് ഖിർബാൻ. അടുത്തത് എന്താണ്? അനഡേഷ് ഫിൽ കുല്ലിയ. അല്ലെ? അനഡേഷ് ഫിൽ കുല്ലിയ. അന അദുറുസു. കണ്ട, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അന വന്നാൽ അദുറുസു ആണ് വരിക. അന അദുറുസു ഫിൽ കുല്ലിയ. അന അദുറുസു ഫിൽ കുല്ലിയ. അടുത്തത് സ്വാറ ഡേഷ് മുനീറൻ. സ്വാറൽ കമറു എന്നാണോ കമരി എന്നാണോ വരിക? നമുക്കറിയാം സ്വാറ വന്നാൽ അതിന് ശേഷം ലൊമ്മാണ് വരിക അല്ലെ? സ്വാറൽ കമറു മുനീറൻ. കണ്ടോ? തൻവീൻ ഫതഹ. പിന്നെ മൻ കാല അത്തഅലീമുൽ അസാസിയ ഹഖു കുല്ലൽ ഇൻസാനി ഉലിദ അലാ വജ്ഹിൽ അർള്. ഇതാരാ പറഞ്ഞത്? അബുൽ കലാം ആസാദ് ആണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ്? യെസ്. ഹുവ യനാമു, അവൻ ഉറങ്ങുന്നു. അന അദ്ഹബു, ഞാൻ പോയി. അല്ലെ? നഹ്നു നജ്ലിസു, ഞങ്ങൾ ഇരുന്നു. ഹിയ എങ്ങനെ പറയാ? ഹിയ ഏതാ വരിക? തഖ്റഉ, യഖ്തുബു, യസ്മആനി, തസ്മആനി. ഏതാ വരിക? തഖ്റഉ ആണ് വരിക അല്ലെ? ഓക്കെ. പിന്നെന്താണ്? കബായിലുൻ മുഫ്രദുഹു. കബായിൽ അതിന്റെ മുഫ്രദ് എന്താണ്? കബീലയാണ് കേട്ടോ. കബീലയാണ് കബായിലിന്റെ മുഫ്രദ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹറജത്തു ഇലൽ മദ്രസത്തി ഫിസാഅത്തി ഡേഷ്. ഫിസാഅത്തി ഏതാണ്? അത്താസിയ. ഫിസാഅത്തി താസിയ. ഓക്കെ. അപ്പൊ മക്കളെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഒരു മിനിറ്റ്. ഇത് മദ്രസത്തി ഫിസാഅത്തി ഫിസാഅത്തി താസിയ അല്ലെങ്കിൽ തിസ്അൻ എന്ന് വരും കേട്ടോ. ഈ രീതിയിലും വരാം. ഓക്കെ, യെസ്, യു ആർ കറക്റ്റ്. അപ്പോൾ എന്താണ്? തിസ്അൻ ആണ്. എന്താണ് പറയാ ഇതില്? പിന്നെ എന്താ പറയാ? 10, 11, 12, 13, 14 അല്ലെ? 14. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് താസിയൻ തന്നെയാണ് കേട്ടോ കറക്റ്റ്. ഇതിൽ ഞാൻ അതാ നോക്കുന്നത്. താസിയൻ തന്നെയാണ് കറക്റ്റ്. ഫിസാഅത്തി താസിയ. അപ്പൊ ഇതിലൊരു ആൻസർ കീയിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആൻസർ കീ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി കളയാം. ഫിസാഅത്തി താസിയയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങളെ, എന്താണ് പറയുന്നത്? നല്ല കുട്ടികളായിട്ട് നല്ല അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതി നല്ല മക്കളായിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എഴുതുക. ഇൻഷാല്ലാ ഈ ഒരു USS എക്സാമിനേഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉറപ്പായിട്ടും അതിലൊരു സംശയവുമില്ല. ഈ ഒരു പിന്നെ എന്താ പറയുക, കണ്ടന്റ് ഡിസ്കഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നിങ്ങൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് USS എക്സാമിനേഷൻ പാസ്സാവാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ശരി മക്കളെ, ഇൻഷാല്ലാ ഇനിയും നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും അതുവരെ മഅസ്സലാമ. അടിച്ചു പൊളിച്ച് തകർത്ത് എക്സാം എഴുതിയിട്ട് വായോ കേട്ടോ. അപ്പൊ ശരി കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.